ഇത് 490 തന്നെ നമ്മുടെ സാരിയാണ്. 798 റേഞ്ചിൽ വരുന്നതായിട്ടുള്ള ഇതുപോലത്തെ ബ്രൊക്കേറ്റ് ടൈപ്പ് സാരീസ് ആണ് കേട്ടോ. ഞാൻ ഉടുത്തേണ്ട എനിക്ക് റേറ്റ് അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ട്. അത് 898 രൂപ മാത്രമേ ഉള്ളൂ. 898 569 ഉള്ളി. യെസ്, കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് സെറ്റ് വൈസ് ആയിട്ട് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഒരു പീസ് 2 പീസ് എടുക്കാം. റാൻഡം ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടുന്ന് ഒരെണ്ണം എടുത്തു. എടുത്തു. ഫാമിലി ഷോപ്പാണ്. എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. കോട്ടൺ സാരി വിത്ത് ബ്ലൗസോട് കൂടിയിട്ടുണ്ട്. ഇത് കേട്ടാ 500 ആ ഒരു റേഞ്ചിൽ വരണല്ലോ. പാർട്ടി വെയർ റേഞ്ചിൽ വരുന്നതായിട്ടുള്ള ഒരു ബ്രൊക്കേറ്റ് ടൈപ്പ് സാരി, അതും ഒരു 700 റേഞ്ചിൽ. 2 ലെയർ ഫുള്ള് 2990 സാരീസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് ഏകദേശം അറിയണമെന്നുണ്ട്. 198 രൂപയുള്ളൂ. വെറും 198 രൂപ. മാം ഇപ്പൊ കയ്യിലെടുത്തിരിക്കുന്ന ഈ സാരിയുടെ റേറ്റ് വെറും 498 ആണ്. വീണ്ടും ഓറഞ്ചാ? അതെ. ഇതെനിക്ക് പുതിയ അറിയാം, സത്യമായിട്ട് അറിയാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറയാം. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഹോൾസെയിൽ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്, റീസെല്ലേഴ്സ് ഉണ്ട്, ഓൺലൈൻ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതും ചിലതിൻ്റെ ഒക്കെ നമ്മൾ റേറ്റ് എടുത്ത് പറയുന്നുണ്ട്. 198 സാരീസ്. അപ്പം ഇന്ന് കൂടുതലും നമ്മൾ സാരീസിൻ്റെ വീഡിയോസ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ എന്ന് പറയുമ്പോൾ നിസ്സാര റേറ്റുള്ള ഇതിൻ്റെ റേറ്റ് നമ്മൾ പറയുന്നുണ്ട്. എന്തായാലും ഉള്ളിൽ ചെന്നിട്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഹൃദയഭാഗത്ത്, യെസ്, എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് കരിഷ്മ സിൽക്സ്, MG റോഡിലുള്ള കരിഷ്മ സിൽക്സ്. അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മൾ ചെന്നൈ സിൽക്കില്ലേ അതിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഇവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. മെട്രോ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ MG മെട്രോ സ്റ്റേഷൻ അതിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഇത് ഈ ഒരു എറണാകുളത്തിൻ്റെ തിരക്കും ഹൃദയഭാഗത്ത് ഈ ജസ്റ്റ് റോഡ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. റോഡിൻ്റെ തിരക്ക് ഇപ്പം ഈ നേരം ആയതുകൊണ്ട് ഇത്തിരി തിരക്ക് കുറഞ്ഞു. പക്ഷേ എറണാകുളം എന്ന് പറയുമ്പോൾ എപ്പോഴും തിരക്കാണ്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. തിരക്കൊണ്ട് തിരക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. അപ്പം എല്ലാവരും വരാൻ നേരിട്ട് കാണാം. നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കരിഷ്മ സിൽക്സ് നമുക്ക് കയറി നോക്കിയാലോ. വാ. എന്താണ് ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു. മൊത്തത്തിൽ അങ്ങോട്ട് സ്റ്റോക്ക് കയറിയിട്ടല്ലോ. പിന്നെ ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ബണ്ടിലായിട്ട്. അപ്പൊ ഇത് റീറ്റെയിൽ അല്ല, ഇപ്പൊ ഹോൾസെയിലും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ റീറ്റെയിലും ഹോൾസെയിലും റീസെല്ലേഴ്സ് എല്ലാതും ഏത് ആൾക്കാർക്ക് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് കരിഷ്മയിൽ കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും. അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സാരീസിന്റെ ഒരു പ്രത്യേക വിങ് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സാരീസിന്റെ ഒരു ലോകം. അതും തന്നെയല്ല, ഒരു പീസ് തന്നെയല്ല, ഒരു ഡിസൈൻസിലെ ഒരു കളറിൽ തന്നെ നിങ്ങൾക്ക് 500-1000 പീസ് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താ? ഇപ്പൊ ഈ ഒരു സെക്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മള് മെയിൻലി റീറ്റെയിൽ ഷോപ്പ് ആണല്ലോ. നമ്മൾ ഇത്ര വർഷമായിട്ട് റീറ്റെയിലിംഗ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മെയിൻലി ഇപ്പോൾ ഒരുപാട് ഹോൾസെയിൽ ഷോപ്പിലൊക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ സെറ്റ് ആയിട്ട് പിക്ക് ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളക്ഷൻസ് മിക്സ് ചെയ്തെടുക്കാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്കൊരു ഐഡിയയും കാണത്തില്ല. പക്ഷെ നമ്മൾ റീറ്റെയിൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനോട് ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ടേസ്റ്റ് എന്താണ്, ഇപ്പൊ ട്രെൻഡിങ് നിൽക്കുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യുന്ന ഐറ്റംസ് ആണ് റീറ്റെയിൽ ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഐറ്റം. അതിലൊരു സെക്ഷൻ ഹോൾസെയിൽ ആക്കിയേക്കാണ്. കുറച്ച് സിമ്പിൾ ആവും. അതൊക്കെ സിമ്പിൾ ആണ്, ഹോൾസെയിൽ ആണ്, ഒക്കെ സമ്മതിച്ചു. സംഭവം എന്ന് വെച്ചാൽ ഹോൾസെയിൽ ഷോപ്പ് വേറെ ഉണ്ട്. അവിടെ നിന്നും ഇവിടെ നിന്നും തമ്മിൽ വ്യത്യാസം എന്താ? ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ട്. തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ഹോൾസെയിൽ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സെറ്റ് വൈസ് എടുക്കേണ്ടി വരും. അത് മാത്രമല്ല, ഒരു ഐറ്റത്തിൽ തന്നെ ഇത്ര പീസ് എടുക്കേണ്ടി വരും. നമുക്ക് ഇവിടെ അങ്ങനെ ഇല്ല. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും, ഏതൊക്കെ വെറൈറ്റീസ് വേണമെങ്കിലും, ഏതൊക്കെ മോഡലുകൾ വേണമെങ്കിലും റാൻഡം ആയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റാൻഡം ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടുന്ന് എടുത്തു ഒരു കുഴപ്പമില്ല. ഹോൾസെയിൽ ഇങ്ങനെ എടുക്കാന്ന്. സാധാരണ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ 10,000 രൂപയ്ക്ക് എടുക്കണം, അല്ലെങ്കിൽ 15-20 എന്നുള്ള ഒരു എമൗണ്ട് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈനിൽ ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഒരു സെറ്റ് 5 പീസ് അല്ലെങ്കിൽ 8 പീസ് 10 പീസ് അങ്ങനെയായിരിക്കും നമ്മൾ കുറേ ഹോൾസെയിൽ ചെയ്യുന്നതോട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലാന്ന്. ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും ഇപ്പൊ സാരീസ് മാത്രമാണോ? ഇവിടെ ഇപ്പൊ സാരീസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കളക്ഷൻസും ഉണ്ട്. പക്ഷെ ഹോൾസെയിൽ ആകുമ്പോൾ റേറ്റ് പറയില്ല. ഇവിടെ റീറ്റെയിലും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് റേറ്റ് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു സാരിയുടെ റേറ്റ് ഒന്ന് പറയാനിക്കാലോ. മാം ഇപ്പൊ കയ്യിലെടുത്തിരിക്കുന്ന ഈ സാരിയുടെ റേറ്റ് വെറും 498 ആണ്. ഇത് റീറ്റെയിൽ പ്രൈസ് ആണോ? അതേന്നേ. ഇതിന്ന് പിന്നെ ഡിസ്കൗണ്ട് വരും ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോ. അതോ ഇതിന്റെ ഭംഗി നോക്കിക്കേ, ഒരു കാഞ്ചീപുരം സാരിയുടെ ലുക്ക് തോന്നിക്കുന്നില്ലേ? പിന്നെ ലുക്കല്ല, ശരിക്കും കാഞ്ചീപുരം. ഇപ്പൊ എന്താ പറയാ, നല്ലൊരു എമൗണ്ടില്ലേ. ഇപ്പൊ 498 ആണ് ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത്. അപ്പൊ 498 നമുക്ക് ഈ ഒരു സാരി എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ വരുമ്പോ പിന്നെയും കുറയും. ഇപ്പൊ ഇതിന്റെ ഡിസൈനൊക്കെ കണ്ടില്ലേ? നമുക്ക് ഇനി ഇതിന്റെ മുന്താണി കാര്യങ്ങളൊക്കെ കാണണ്ടേ. അതും ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉൾപോഷൻ, അതുപോലെ ഇതിന്റെ ഇതാണ് പല്ലു വരുന്നത് കേട്ടോ. നല്ല ബോർഡർ ഒക്കെ കൊടുത്തിട്ട്
അതും ഈ ഒരു കളർ മാത്രമല്ല, നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ആ ഒരു കളർ കോമ്പിനേഷൻ കാണിക്കാം. ഇപ്പൊ ഇതിൽ കളർ എന്ന് പറയുമ്പോൾ ഇതിലിപ്പോ വയലറ്റ് ഉണ്ട്, ബ്ലൂ എന്ന് വെച്ചാൽ പല കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് 498 എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. റീറ്റെയിലാണ് ഇത്രയും കുറവ്. അപ്പൊ ഹോൾസെയിലിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അത്രയും റേറ്റ് കുറവിന് കിട്ടും കേട്ടോ. അപ്പൊ കളേഴ്സ് ഉണ്ട്, നേരിട്ട് വരാം, നേരിട്ട് ചൂസ് ചെയ്യാം, സിംഗിൾ ആയിട്ടും കിട്ടും കേട്ടോ. പിന്നെ ഹോൾസെയിൽ എന്ന് പറഞ്ഞിട്ട് ഞാനും ഹോൾസെയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടി വരാൻ പറ്റില്ല. അതിന് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ ബുട്ടിക്ക് അല്ലെങ്കിൽ ഓൺലൈൻ പേജ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ പ്രൊഫൈൽ കാണിക്കുക. അതല്ല നിങ്ങൾ ഇപ്പോൾ ഷോപ്പ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ID കാണിക്കണം. നമുക്കിപ്പോൾ റാൻഡമായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ബൾക്കായിട്ടൊക്കെ വന്നിട്ട് എടുക്കുമ്പോൾ ഒരു കസ്റ്റമർ ആയിരിക്കും, അവർക്ക് വേണ്ടിയിട്ടായിരിക്കും എടുക്കുന്നത്, പക്ഷെ നമുക്ക് ഹോൾസെയിൽ ആണെന്നുള്ളതിന്റെ ഒരു പ്രൂഫ്. അതായത് അവര് ഹോൾസെയിൽ ആയതിന്റെ പ്രൂഫ് എന്ന് വെച്ചാൽ ഇപ്പൊ റീസെയിൽ ആണെങ്കിൽ അവർക്ക് ഒന്നില്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇപ്പൊ ഓൺലൈൻ ചെയ്യണമെന്നാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാ പേജ് ആണ്, എന്തെങ്കിലും ഒരു തെളിവ് അവർക്ക് കാണിച്ചാൽ മാത്രമാണ് ഈ ഹോൾസെയിൽ റേറ്റിന് കിട്ടുള്ളൂ. ഇനി ഈ സാരിയും കൂടി എനിക്ക് കാണിക്കണമെന്നുണ്ട്. സാരിയുടെ ക്വാളിറ്റിയും എനിക്കൊന്നും പറയാനില്ല കേട്ടാ. പിന്നെ കരിഷ്മയാണല്ലോ, കരിഷ്മ എന്ന് പറയുമ്പോൾ സാരിയിൽ നമ്പർ 1, റേറ്റ് കുറവിലും നല്ല ഐറ്റം കൊടുക്കണേല്ലേ. സാരീസ് ആണ് കൂടുതൽ എനിക്ക് ഇവിടുത്തെ താല്പര്യം കേട്ടാ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സാരി കൊടുത്തിരിക്കുന്നത്. ഇതിനെ കുറിച്ച് നമുക്ക് വരാം. എന്തായാലും സാരി ഒരുപാടുണ്ട്. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ? ഇത് 490 തന്നെ നമ്മുടെ സാരിയാണ്. അടിപൊളിയായിട്ടുള്ള സാരിയാണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നല്ല അടിപൊളി ലുക്ക്, അതും ഒരു കാഞ്ചീപുരം ഫീലൊക്കെ കിട്ടുന്ന ആ ഒരു ലുക്ക് കിട്ടുന്നതായിട്ടുള്ള അതേപോലത്തെ മോഡൽ സാരി. അപ്പൊ ഇനി ഡയറക്റ്റ് കാഞ്ചീപുരം വരെ പോയിട്ട് നമുക്ക് കാഞ്ചീപുരത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പീസൊക്കെ അതല്ല രസം. പ്യുവർ കാഞ്ചീപുരം സാരീസ് വേണമെങ്കിലും ഉണ്ട്. ഹോൾസെയിലാ? പിന്നെ പൊളിച്ചു, ഗ്രേറ്റ്. എന്നുവെച്ചാൽ കാഞ്ചീപുരത്തേക്ക് പോകുമ്പോൾ നമുക്ക് സാധാരണ അവർക്ക് ഒരു 10-20 പീസ് അങ്ങനെയൊക്കെ എടുക്കണം ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ. അപ്പൊ അതേ സെയിം റേറ്റിന് നമുക്ക് ഇവിടെ ഒരു പീസ് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കാഞ്ചീപുരം അല്ലെങ്കിൽ സൂററ്റ് അവിടെ ഇവിടെയൊക്കെ പോയി വരാൻ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇതിപ്പോ എറണാകുളം എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ എല്ലാവർക്കും പൊതുവെ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് സൗകര്യമുള്ള സ്ഥലമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളിലൊന്നും പോവാണ്ട് തന്നെ അവിടുത്തെ എല്ലാ ഐറ്റംസും പ്യുവർ കാഞ്ചീപുരം സാരീസ് വരെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ കരിഷ്മയിലേക്ക്. അതും ഹോൾസെയിൽ കേട്ടോ. അപ്പൊ ഇനി ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് ബണ്ടല് ഒക്കെ ഇരിക്കണതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാട്ടോ നമുക്ക്. ഇപ്പൊ ഞാൻ എടുത്ത സാരി അല്ലത്? അതെ, സാരി. ഇത് ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇരിക്കണ കണ്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ ഇതിപ്പോ എത്ര പീസ് എന്ന് വെച്ചാൽ അപ്പൊ യൂണിഫോം ആണെങ്കിൽ അതും ചെയ്യട്ടോ. ഇപ്പൊ ഇതൊരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കളർ കോമ്പിനേഷൻ വരുന്നത്. ഒരു ഓറഞ്ച് ആൻഡ് കോഫി ഷെയ്ഡിലാണ് വരുന്നത്. എത്ര പീസ് വേണമെങ്കിലും കിട്ടും. അത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു പീസ് വേണമെങ്കിൽ അത് കിട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന റെസ്റ്റോറൻറ്റ്സിന്റെ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ആണ്. അത് നോക്കണമെന്നില്ല കേട്ടോ, ഞാൻ ഉടുത്തത് നോക്കിയാലും മതി കേട്ടോ. ഉടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാമർ കിട്ടും. ഇതാണ് സാരിയുടെ പ്രത്യേകത. മുന്താണി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന് കോൺട്രാസ്റ്റിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ഇല്ലാത്തതും വരുന്നുണ്ട്. പിന്നെ ബ്ലൗസ് ഒപ്പിച്ചതാ കേട്ടോ. ഇതിൽ നിന്ന് മുറിച്ച് അപ്പൊ തന്നെ നമുക്ക് തയ്ച്ചിടാൻ പറ്റില്ല, അതുകൊണ്ട് ഒപ്പിച്ച വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് ഇത് വരുന്നത്. പിന്നെ ഇത് നോക്കി ഗ്രീൻ ആൻഡ് റെഡ് കോമ്പി. ഇത് ബനാറസിയില്ലേ? ബനാറസി മോഡലിൽ വരുന്ന നല്ലൊരു സാരി, നല്ലൊരു സാരി കേട്ടോ. ബനാറസി മോഡലിൽ കോൺട്രാസ്റ്റിൽ വരുന്നതാണ് കേട്ടോ, ഗോൾഡിൽ വരുന്നത്. അപ്പൊ സാരി എന്ന് പറയുമ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കോട്ടെ. ഇന്ന് കണ്ടത് നാളേക്ക് നിൽക്കുന്നു തോന്നണില്ല. എപ്പോഴും നമ്മുടെ ഷോപ്പിൽ എപ്പോഴും ഇങ്ങനെ കളക്ഷൻസ് വന്നോണ്ടേയിരിക്കും. അതിപ്പോ ഡ്രസ് കോഡ് ആയിക്കോട്ടെ, റീറ്റെയിൽ ഷോപ്പും കൂടെ ആയതുകൊണ്ട് ഡ്രസ് കോഡ് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊന്ന് ഇത് ബൾക്കായിട്ട് എടുത്തോണ്ട് പോയാൽ ചിലപ്പോൾ നമുക്ക് ഉച്ച കഴിയുമ്പോഴത്തേന് ഇത് കാണണം ഐറ്റം തീരും. അതാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ്. പിന്നെ ബണ്ടൽ ഇതെ പൊട്ടിച്ച് വീണ്ടും കയറ്റും ഇറക്കും, കയറ്റും ഇറക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിപൊളിയാണ്. ഫാൻസി സാരീസും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ പട്ട് സാരി, ബനാറസി, അത് മാത്രമല്ല സാരിയിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ട്. കാഞ്ചിപുരം വരെ കിട്ടുമെന്ന് പറയുമ്പോൾ ഇനി വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇനി നോർമൽ സാധാരണ നമ്മൾ യൂണിഫോം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സാരീസ് ഒക്കെയാണ് സാധാരണ നമ്മൾ മേടിക്കാറുള്ളത് അല്ലേ. ഇപ്പൊ ഇതിന്റെ റേറ്റ് ഏകദേശം അറിയണമെന്നുണ്ട്. 198 രൂപയുള്ളൂ. വെറും 198 രൂപ. വെറും 198. അതും ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും പിക്ക് ചെയ്യാം. കളേഴ്സ് ഉണ്ട്, ഒക്കെ നല്ല അടിപൊളി ഷെയ്ഡുകളാണ് വരുന്നത്. ഇനി ഇത് ഹോൾസെയിലിൽ മേടിക്കുമ്പോൾ പിന്നെയും റേറ്റ് കുറയും. ആ റേറ്റ് എത്രയാണെന്ന് അറിയണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. പക്ഷേ റേറ്റ് നമ്മൾ പറയില്ല ഹോൾസെയിലിൻ്റെ. അത് അറിയണമെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ പ്രൊഫൈൽ അല്ലെങ്കിൽ തെളിവ് കാണിച്ച് തന്നാൽ മാത്രമാണ് നമ്മൾ പറയുള്ളൂ. ഇനി ഒന്നുകൂടി നമുക്ക് ഇവിടുത്തെ സാരീസിന്റെ ലുക്ക് ഒന്ന് നോക്കിയാലോ. ഇതൊക്കെ സാരീസ് ഒക്കെ വെറൈറ്റി സാരീസ് ആണ് കേട്ടോ. ഇനി ഇതിന്റെ ശരിക്കും എക്സാക്ട് നമുക്ക് റീറ്റെയിൽ എവിടെയാണ് വെച്ചിരിക്കുന്നത്? റീറ്റെയിൽ മെയിൻ ആയിട്ട് നമുക്ക് താഴെയാണ്. ഇപ്പൊ ഈ ഒരു സെക്ഷൻ മാത്രമായിട്ട് ഹോൾസെയിലിന്റെ ഒരു കുറച്ച് സാരി സെക്ഷൻസ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചതാണ്. നമ്മൾ സെറ്റ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. ഈ പറയുന്ന പോലെ സ്റ്റോക്ക് വരും പോകും, സ്റ്റോക്ക് വരും പോകും, കയറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോരോ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഹോൾസെയിലും നമ്മൾ സാരീസ് മാത്രമാണോ ചെയ്യുന്നത്? അല്ലല്ല, എല്ലാ ഐറ്റംസും ഉണ്ട്. ഹോൾസെയിൽ ആയിട്ട് എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ. നമ്മുടെ സാറ് എത്തിയിട്ടില്ല. സാറ് ഇത്ര നേരമായിട്ട് എവിടെയാ ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു. സാറ് എവിടെയാ പോയി എന്താണെന്നുള്ളത്. അപ്പോഴേക്കും സാറ് എത്തി. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. തിരക്ക് നല്ലതാണ്.
പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മളെ റീറ്റെയിൽ ഷോപ്പിൽ കുറെ 25 വർഷങ്ങളായി നമ്മളിവിടെ തുടങ്ങിയിട്ട് ഇവിടെ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6-8 മാസമായുള്ളൂ. പക്ഷെ നമുക്ക് ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഞാൻ തനിയെ പോയി എടുക്കുന്നതാണ് ഓരോ ഐറ്റംസും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞാൽ റീറ്റെയിൽ ഷോപ്പ് ആകുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ എന്താണ് ട്രെൻഡ്, ഏതാണ് കസ്റ്റമർ ചൂസ് ചെയ്ത് നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ വീണ്ടും ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾക്ക് സെറ്റ് വൈസ് ആയിട്ട് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് 1 പീസ് 2 പീസ് എടുക്കാം. പക്ഷേ നിങ്ങൾ കച്ചവടക്കാരായിരിക്കണം, അതായത് നിങ്ങൾ സെല്ല് ചെയ്യുന്നവരായിരിക്കണം. അത് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ തരത്തുള്ളൂ. പക്ഷേ ഒരു മിനിമം എമൗണ്ട് എടുക്കണമുണ്ട്. വളരെ കുറച്ച് വന്നെടുത്ത് നമുക്ക് തരാൻ പറ്റില്ല, ഹോൾസെയിൽ വിലയ്ക്ക് തരാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരുപാട് റീസെല്ലേഴ്സും ബോട്ടിക് ഓണേഴ്സും ഒക്കെ വന്ന് ഈ വിലയ്ക്ക് തന്നെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കാരണം നമ്മുടെ പ്രൈസ് പൊതുവേ കുറവാണ്. മാത്രമല്ല നമ്മുടെ സെലക്ഷൻ വളരെ സൂപ്പർബായിരിക്കും. നമ്മുടെ സെലക്ഷൻ നിങ്ങൾക്ക് അറിയാം. ഓരോ പീസും ഹാൻഡ് പിക്ഡ് ആണ്. ഈ ഷോപ്പിലെ ഒരു ഐറ്റം പോലും എൻ്റെ കൈകൊണ്ട് തൊടാത്ത, അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യാത്ത ഒരു ഐറ്റം പോലും നമ്മുടെ ഷോപ്പിൽ വരാറില്ല. അതാണ് നമ്മുടെ ഷോപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് 3-4 ഷോപ്പാണുള്ളത്. അപ്പോൾ എറണാകുളത്തെ ഷോപ്പിൻ്റെ മേളത്തെ ഫ്ലോറിലാണ് നമ്മൾ ചെറിയ തോതിൽ ഹോൾസെയിൽ ഡിവിഷൻ ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ. അത് പറയാൻ കാരണം നമ്മൾ വലിയ സെറ്റപ്പിലൊന്നും അല്ല. പക്ഷേ നമ്മുടെ ഐറ്റംസ് എല്ലാം വളരെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. പിന്നെ സിൽക്ക് ആണെങ്കിലും കാഞ്ചീപുരം ആണെങ്കിലും, നിങ്ങൾ കാഞ്ചീപുരത്ത് പോയി നിങ്ങൾക്ക് ഒരു സാരി വാങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ കിട്ടില്ല. അപ്പോൾ കാഞ്ചീപുരത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വിലയെക്കാട്ടി കുറച്ച് നമുക്ക് അവിടുന്ന് ചെറിയൊരു ലാഭം എടുത്തിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും പ്യുവർ കാഞ്ചീപുരം. ഇപ്പോൾ നിങ്ങളൊരു ചെറിയ ബോട്ടിക്ക് ഒരു ചെറിയ കച്ചവടക്കാരാണെങ്കിൽ ഒരിക്കലും പ്യുവർ സിൽക്കോ അല്ലെങ്കിൽ പ്യുവർ കാഞ്ചീപുരമോ അല്ലെങ്കിൽ സോഫ്റ്റ് സിൽക്കോ, ഇപ്പം പ്യുവർ സിൽക്കൊക്കെ നമുക്കറിയാം ഒരു 7,000-8,000 രൂപ വിലയായിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് കിട്ടില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 പീസോ 2 പീസോ നിങ്ങൾ കച്ചവടക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതെ, പിന്നെ കരിഷ്മയാണ്. കരിഷ്മയെ കുറിച്ചിട്ട് നമ്മൾ സാരിയിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് മാർക്കറ്റിൽ എന്താണ് ക്ലിക്ക് ആവുന്ന ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വില കുറഞ്ഞ സാധനങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ വില കുറഞ്ഞ ഐറ്റംസ് എടുത്തിട്ട് വില കുറച്ച് വിൽക്കുകയല്ല, നല്ല ഐറ്റംസ് എടുത്തിട്ട് അത് പരമാവധി മാർജിൻ കുറച്ച് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതാണ് നമ്മുടെ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് കുറഞ്ഞ ഐറ്റംസ് ഒരുപാട് കിട്ടും, പക്ഷേ പരമാവധി നല്ല ഐറ്റംസ് എടുത്തിട്ട് അത് മാക്സിമം കുറച്ച് വിൽക്കുന്നു. അതാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഹോൾസെയിലിൻ്റെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദൈവം സഹായിച്ചാൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഡിവിഷനാക്കി നമ്മുടെ ഈ ഹോൾസെയിൽ മാറണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് പേർക്ക് പ്യുവർ സിൽക്കും അതുപോലെ പ്യുവർ കാഞ്ചീപുരം ഒന്നും ഹോൾസെയിലായിട്ട് നമുക്ക് എങ്ങും കിട്ടില്ല. നിങ്ങൾക്കറിയാം, ഒരു സാരി എടുക്കാൻ വേണ്ടി ഒരിക്കലും കാഞ്ചീപുരം വരെ പോകാൻ പറ്റില്ല. ഒരു ബോട്ടിക് ഓണർ ആണെങ്കിൽ ഇപ്പോൾ ബോട്ടിക്കാരൻ്റെ പെങ്ങളുടെ ഒരു കല്യാണം അല്ലെങ്കിൽ ബോട്ടിക്കിൻ്റെ ഒരു അടുത്ത റിലേറ്റീവിൻ്റെ കല്യാണം, ഒരു കാഞ്ചീപുരം സാരി വേണം. നമുക്ക് സ്വന്തമായിട്ടൊരു ബോട്ടിക് ഉള്ളപ്പോൾ നമുക്ക് വേറെ അടുത്ത് പോയി എടുക്കാനും മടിയാണ്. അങ്ങനെയുള്ളവരെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഹോൾസെയിൽ വിലയിൽ ഇവിടെ വന്ന് കാഞ്ചീപുരം കിട്ടും, സോഫ്റ്റ് സിൽക്ക് കിട്ടും, പ്യുവർ സിൽക്കിൽ നല്ല വീവിങ്ങൾ എന്ത് ഐറ്റംസുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് കൂടാതെ യൂണിഫോം ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഒരു 12 വർഷം കൊണ്ട് യൂണിഫോം ചെയ്തു തുടങ്ങിയത്. ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ യൂണിഫോം സാരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര മടിയായിരുന്നു. കാരണം കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. പക്ഷേ ഞങ്ങളാണ് യൂണിഫോം സാരിയിൽ എന്ത് മോഡൽ നമ്മൾ മാർക്കറ്റിൽ എന്ത് ഐറ്റംസ് ക്ലിക്ക് ആവുന്നോ ആ സാരി തന്നെ യൂണിഫോമിൽ കൊണ്ടുവന്നത് ഞങ്ങളാണ്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഓർമ്മ നോക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ യൂണിഫോം സാരിയുടെ പ്രത്യേകത. എന്ത് ഐറ്റംസ് മാർക്കറ്റിൽ പുതിയ മോഡലുണ്ടോ അതിനെ ഞങ്ങൾ യൂണിഫോം ആക്കും. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. പ്യുവർ സിൽക്കിൽ പോലും നമ്മൾ യൂണിഫോം ചെയ്ത് കൊടുത്തൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഒരു 3-4 വർഷം മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, ലാവണ്ടർ ക്ലിക്കായ സമയത്ത് 85 സാരിയാണ് ഒരു പാർട്ടിക്ക് മാത്രമേ നമ്മൾ യൂണിഫോം ചെയ്ത് കൊടുത്തത്. അതെനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈലുകാർ പോലും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ നമ്മൾ അഹങ്കാരം കൊണ്ട് പറയുമല്ല, പക്ഷെ അങ്ങനെ കഷ്ടപ്പെട്ട് ഇതിന് പിന്നെ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ എറണാകുളത്ത് നമ്മൾ തുടങ്ങാൻ കാരണം തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ വളരെ ചെറിയ തോതിൽ ഇവിടെ സ്റ്റാഫായിട്ട് വന്നതാണ് ഈ എറണാകുളം സിറ്റിയിൽ. അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചത് കൊണ്ടാണ് നമ്മൾ എറണാകുളത്ത് തന്നെ വന്ന് സെറ്റിൽ ചെയ്യാനും ഇവിടെ നമ്മൾ ഇങ്ങനെ ഹോൾസെയിൽ തുടങ്ങാനൊക്കെ ഉള്ളൊരു ആഗ്രഹവും റീറ്റെയിലൊക്കെ ഞങ്ങൾ തുടങ്ങിയതും. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ സെലക്ഷനൊക്കെ ഞങ്ങൾ വെക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ എല്ലാത്തിനും നല്ല റേറ്റ് കുറവുണ്ട് എന്ന് വെച്ചാൽ ഓൾറെഡി മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പരമാവധി റേറ്റ് കുറച്ചാണ്. എനിക്ക് അമിത ലാഭം എടുക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. ഞങ്ങളുടെ പോളിസി എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. ഓരോ ഐറ്റംസും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണെങ്കിൽ പോലും ഒരു പുതിയ ഐറ്റം മാർക്കറ്റിൽ ഇറങ്ങിയാൽ പോലും ഞങ്ങൾ ഒരിക്കലും അങ്ങനെ വില കൂട്ടി എടുക്കാറില്ല. പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്, ഹാൻഡ് പിക്ക് ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ കടയിലും ഇതുപോലെ ഹാൻഡ് പിക്ക് ഐറ്റംസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ ഓൾറെഡി എന്റെ റീറ്റെയിലേക്ക് എടുത്ത ഐറ്റംസ് തന്നെ ആണ് ഓൾറെഡി എന്തായാലും വിൽക്കുന്ന ഉറപ്പുള്ള ഐറ്റംസ് ആണ്. അതിൽ നിന്ന് നിങ്ങൾ എടുക്കുമ്പോൾ വീണ്ടും അത് നല്ല സെലക്ഷൻ ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ കടയിൽ ഇത്രയും ബോട്ടിക്കാരും റീസെല്ലേഴ്സും. എനിക്ക് ഒരുപാട് ദൂരങ്ങളിൽ നിന്നൊക്കെയല്ലേ, കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരെ ഇവിടെ ബോട്ടിക്കാർ നമ്മുടെ മലയാളി നടത്തുന്നവർ ഇവിടെ വന്നു. അങ്ങനെയൊക്കെ വന്ന് ഒരുപാട് സന്തോഷമാണ്. ഒക്കെ ആ ഒരു സപ്പോർട്ടൊക്കെ കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ സംഭവിച്ചു.
പറ്റും. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് കളക്ഷൻസ് ഒന്ന് കാണിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടി, ഈ കളക്ഷൻസ് കാണിക്കണേ ഇന്നത്തോടു കൂടി ഇത് ഇവിടെ തീരും. ഇനി നാളേക്ക് വേറെ ഡെയിലി ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പുതിയ കളക്ഷൻസ് ഡെയിലി വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്കൊന്ന് കുറച്ച് കണ്ടുനോക്കിയാലോ. ഒരുപാട് ബൾക്ക് അല്ല നമ്മുടെ ഉള്ളത്, പക്ഷെ ഉള്ള ഐറ്റംസ് വളരെ സെലക്ടഡ് ആയിരിക്കും, ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കും. ഐറ്റംസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് നമ്മളിപ്പോ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് അല്ലേ? നമുക്ക് താഴത്തെ ഫ്ലോറിൽ പോയി നമ്മുടെ സാരീസ് കാണിച്ചു. അപ്പൊ നമുക്ക് ഇനി ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് എന്ന് വെച്ചാൽ ഇതെന്ന് പറയുമ്പോൾ ഹോൾസെയിൽ ആയതുകൊണ്ട് നമുക്ക് ഓരോന്നോരോന്ന് ഹോൾസെയിൽ അറിയാലോ, നമുക്ക് ഓരോന്നും അങ്ങനെ തുറന്ന് വൃത്തി അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും താഴത്തെ പോയിട്ട് നമുക്ക് സാരീസ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പളേക്ക് അവിടേക്ക് എത്തിയോ സാരീസ് അല്ലേ? ഈ ഒരു സെക്ഷൻ മൊത്തം വെഡിങ് സാരീസ് ആണ് കേട്ടോ. അതും നല്ല റേറ്റ് കൂടിയതാണോ ചോദിച്ചാൽ കാഞ്ചിപുരം ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ രീതിയിൽ ഞാൻ കയറട്ടെ? തീർച്ചയായിട്ടും. എന്ത് രസം ഇവിടെ ഈ ഒരു സാരീസിന്റെ ലുക്ക് ഒന്ന് നോക്കിയാൽ നല്ല അടിപൊളി സെറ്റപ്പിലാണ്. അപ്പൊ നമുക്ക് സാരീസ് എന്ന് പറയുമ്പോൾ വെഡിങ് അതുപോലെ ഉടുക്കാനും കൊടുക്കാനും അങ്ങനെ അങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പൊ ഇതും നമുക്ക് ഹോൾസെയിലിൽ കിട്ടുമോ? ഹോൾസെയിൽ അവൈലബിൾ ആണ്, റീറ്റെയിലും ഓക്കെ. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നുള്ളത്. നമുക്ക് വെഡിങ് സാരീസ് നോക്കുകയാണെങ്കിൽ 2990 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഹോൾസെയിലായിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് എക്സ്ട്രാ കുറയുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു ബോട്ടിക് ഓണറോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൻ്റെ ഒക്കെ ഒരു ചെറിയ രീതിയിലൊരു ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഞ്ചീപുരം വരെ പോകാനോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് പോകാനോ ചിലപ്പോൾ പറ്റണം എന്നില്ല. അപ്പോൾ നിങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് പോന്നാൽ മതി. ട്രെയിനിന് വന്നാൽ പോലും ഇത്ര രൂപയാവത്തുള്ളൂ. നിങ്ങൾക്ക് ഡയറക്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഞ്ചീപുരം പ്യുവർ സാരീസ് വേണോ അതും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത, ഈ 2990 സാരി എന്നൊക്കെ പൊതുവേ കേൾക്കുമ്പോൾ അത്രയ്ക്ക് മതിപ്പ് ഉണ്ടാവുമോ, വെഡ്ഡിങ്ങിന് ഞാൻ ഉടുത്തോണ്ട് നിന്ന് അത്രയും ലുക്ക് തോന്നിക്കുമോ കാഞ്ചീപുരത്തിന് അത്രയും എന്നൊരു ഡൗട്ട് കാണും. കാണിച്ചു തരാം. ഈ ഇരിക്കുന്നത് ഫുൾ ഈ ഒരു ലെയർ 2 ലെയർ ഫുള്ള് 2990 സാരീസാണ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ട ആരെങ്കിലും പറയുമോ കാഞ്ചീപുരം അല്ല എന്നുള്ളത്? അത്രയും ലുക്ക് തോന്നിക്കുന്ന സാരീസാണ് കേട്ടോ. ഇതിന് വെറും 2990 മാത്രം. എന്നാ ഇതൊന്ന് നമുക്കൊന്ന് എടുത്തൊന്ന് കാണണ്ട. ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് കല്യാണത്തിന്റെ ആ ഒരു പെട്ടിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ സാരിയുടെ ലുക്ക് 10,000 20,000 30,000 എന്ന് ആരും പറയും. ഇത്രയും റേറ്റ് കുറവിന് എനിക്കിത് ഭയങ്കര എക്സൈറ്റഡ്. കാരണം ഇത്രയും റേറ്റ് കുറവിന് ഇത്രയും തിളക്കളം നല്ല അടിപൊളി സാരി പിടിച്ചോ. ഒരുപാട് പേര് ഇപ്പൊ ബ്രൈഡ്സ് ഒക്കെ വൺ ടൈം യൂസ് അല്ലേ എന്നൊക്കെ ഓർത്തിട്ട് കുറച്ചുകൂടെ ബഡ്ജറ്റ് റേഞ്ചിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അവര് ഫസ്റ്റ് ഒരു തവണയല്ലേ വെഡ്ഡിങ് ഉള്ളൂ, അപ്പൊ നമ്മൾ അത്രയും ലുക്ക് തോന്നുമോ, ഒരുങ്ങി നിൽക്കുമ്പോൾ അത്രയും ഭംഗി ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് കാണും. അപ്പൊ ഇതിന്റെ മുന്താണി പോർഷൻ ആണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ. അപ്പൊ കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഇതിൽ നമ്മൾ ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഒരു കല്യാണ പെണ്ണെന്ന് പറഞ്ഞ ഒരു അച്ഛനും അമ്മേരും ആഗ്രഹമാണ്, അയ്യോ നല്ല വില കൂടി സാരി ഉടുപ്പിച്ചിട്ട് വേണം ആ ഒരു പന്തലിന്റെ സ്റ്റേജിൽ കയറ്റി നിർത്താനായിട്ട്, ചെക്കൻ്റെ കൂടെ പോകണം എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഇത് ഒരു ഒറ്റ പർപ്പസിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് ഇത്രയും റേറ്റ് കുറവിന് നമ്മൾ ഒരു ദിവസം കൊടുക്കണമല്ലോ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ആൾമരിയിൽ കൊണ്ടുപോയി. അപ്പൊ ഇത് കണ്ടാ പറയുക ആരെങ്കിലും 2990 ഉണ്ടെന്ന്? അല്ല, ഇത് ഒക്കെ 20,000 30,000 ഒരു മതിപ്പുണ്ട്. ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ പല്ലു അല്ലേ, ഇതിന്റെ ബ്ലൗസ് നോക്കിക്കേ, ബ്രൊക്കേഡ് ടൈപ്പ് ബ്ലൗസ് ആണ്. ഇതാ കണ്ടോ, അതും ഈ റേഞ്ച് കുറവായിട്ട് കൂടി ഇത്രയും നല്ല റിച്ച് ബ്ലൗസ് ആണ് കൊടുത്തിട്ടുള്ളത്. ബോർഡർ ആണെങ്കിലും ബോഡി കംപ്ലീറ്റ് ആണെങ്കിലും ഇത് കണ്ട് ഒരിക്കലും പറയത്തില്ല കേട്ടോ ഒരു കാഞ്ചീപുരം സാരിയുടെ ഫീൽ ഇല്ല എന്നുള്ളത് ഒരിക്കലും പറയില്ല. പിന്നെ ഒരു ടിപ്പും കൂടി പറഞ്ഞിട്ട്, സാധാരണ നമ്മൾ റേറ്റ് കൂടിയ സാരിക്കൊക്കെ ആണ് ഈ മുന്താണിയുടെ മുൻവശത്ത് ഈ ബ്ലൗസ് വരാ അല്ലെ, അല്ലാത്തതിനൊക്കെ സൈഡിലെ വരാ. അപ്പൊ ഇത് കണ്ടാൽ കഴിഞ്ഞ് എല്ലാരും പറയും നല്ല റേറ്റ് കൂടി ആയിട്ടാണെന്നുള്ളത്. ഇല്ലേ, സത്യല്ലേ? തീർച്ചയായും. ഇതിന്റെ അല്ല എന്നാലും കേക്കില്ല ചിലപ്പോ. ഇതൊന്നും പിടിച്ചോ കയ്യില്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് പ്യൂർ സിൽക്കിൽ വെഡിങ് സാരി നെയ്യുന്നവർ തന്നെ, അതായത് പ്യൂർ സിൽക്കിൽ സാരി വീവ് ചെയ്യുന്നവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതാണ്. അപ്പൊ അവരെന്തായാലും ഇപ്പൊ നമ്മൾ അങ്ങനെ അല്ലേ, ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, നമ്മളൊരു എന്തിന്റെയും അതിന്റെ ഒരു ചെറുതിന് അതിന്റെ ഒരു ഇതുണ്ടാവും എന്ന് പറയുന്ന പോലെ 10,000 12,000 ഒക്കെ വെഡിങ് സാരി വീവ് ചെയ്യുന്ന അതേ വീവർ തന്നെയാണ് ഈ കുറഞ്ഞ സാരി വീവ് ചെയ്യുന്നത്. അതും പിന്നെ നമ്മൾ ചെറിയ ലാഭം മാത്രമാണ് ഇതിനകത്ത് ഇടുന്നത്, വളരെ കുറഞ്ഞ പ്രോഫിറ്റ് ഇടുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, കാരണം വെഡിങ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇല്ല, കുറേ ആൾക്കാർക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാടൊക്കെ ആയിരിക്കും പൈസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ആ ഒരു സമയത്തേക്ക് 3000 താഴെ നല്ലൊരു പ്രീമിയം വെഡിങ് സാരി ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത്. എപ്പോഴും നമ്മൾ കൊണ്ടുവരാറുണ്ട്. ഇതിൻ്റെ കളറുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ്. ഈ കളറൊക്കെ കണ്ടോ, റാണി പിങ്ക്. അന്നും ഇന്നും ഏറ്റവും കൂടുതൽ വെഡിങ്ങിൽ മൂവിങ് ഉള്ളൊരു കളറാണ് റാണി പിങ്ക്. അപ്പോൾ അതൊക്കെ നമുക്കുണ്ട്. റാണി പിങ്കും അങ്ങനെ ഉണ്ട്. കാഞ്ചീപുരം പോലെയുള്ള അതേ ലുക്കിൽ ചെയ്തിരിക്കുന്ന സാരീസാണ്. ഇതിൻ്റെ കളറുകൾ ഞങ്ങൾ കുറേ കാണിച്ചു തരാം. കുറേ കളർ ഒന്ന് കാണിച്ചു കൊടുത്തോ മോനെ. അപ്പൊ കേട്ടിട്ടുണ്ടാവും വിചാരിക്കണം, മൈക്ക് ഇങ്ങനെ പിടിച്ചത് കൊണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ കളേഴ്സ് നോക്കാം. ഇതിന് അപ്പൊ സിൽക്കിലാണ് ഇതിപ്പോ
പ്യൂർ സിൽക്ക് അല്ല, സെമി സിൽക്ക് കേട്ടോ. അപ്പൊ പ്യുവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല റേഞ്ച് വരും. പക്ഷെ അതേ സ്ഥാനത്ത് നമുക്ക് പ്യുവർ സിൽക്ക് പോലെ തോന്നിക്കുന്ന വിധത്തിൽ ഇത്രയും റേറ്റ് കുറവൊരു ബഡ്ജറ്റിൽ നമുക്ക് ആ ഒരു അടിപൊളി. ഈ ഒരു റേഞ്ച് മാത്രല്ല കേട്ടോ, എല്ലാ റേഞ്ചിലും സാരീസ് നമുക്കുണ്ട്. ഇതിപ്പോ ഇതിന്റെ കളർ ചേഞ്ച് അല്ലേ? ഇതിന്റെ കളർ ചേഞ്ചാ. വേറെയും റേഞ്ചസിലുണ്ട്. ഇപ്പൊ പ്യുവർ കാഞ്ചീപുരം സാരീസ് നോക്കുവാണെങ്കിൽ 13,900 മുതലുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ വേറെ 2 സാരി കാണിച്ചുതരാം. അതായത് ഹാൻഡ്ലൂമിൽ വന്നിട്ടുള്ള സാരി, അതും പ്യുവർ കാഞ്ചീപുരത്തില് ഹാൻഡ്ലൂമിൽ ഒരു 25,000 27,000 ആ ഒരു റേഞ്ചിൽ വരുന്ന സാരിയാണ്. ബോക്സ് തന്നെ പൊളി. ഈ ബോക്സ് ആദ്യം കാണിക്കും, എന്നിട്ട് വേണം സാരി കാണിക്കും. ഇങ്ങനല്ലേ? ഇപ്പൊ ഇതില് ശരിക്കും എത്ര 3 സാരി ആയിരിക്കുന്നില്ല? ഇതിപ്പോ 2 സാരിയാ വെച്ചേക്കണേ. ഓ ഓക്കെ. അപ്പൊ ആവശ്യമുള്ള ഒരു ബോക്സും ചോദിച്ചോളൂ കേട്ടോ. അതെനിക്ക് ബോക്സാണ് ഇഷ്ടമായത്. ഇനി ഇതിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ എങ്ങനെയാ വരുന്നത്? ഇത് നമുക്കൊരു 25-27 ആ ഒരു റേഞ്ചിൽ പ്യുവർ കാഞ്ചീപുരം സാരിയാണ് വരുന്നത്. നമുക്ക് എല്ലാ റേഞ്ചസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല മൈക്രോ ആയിട്ട് ആ ഒരു ഡിസൈൻ ഒക്കെ നോക്കിയാൽ. അപ്പൊ ഡിസൈൻസ് നമുക്ക് പൂർണ്ണമായിട്ടും ഹാൻഡ്ലൂം ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റുമോ? എങ്ങനെയാ? ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഇത് പ്യുവർ. അതെ. അപ്പൊ അതിന്റെ ഒരു തിളക്കം, അതിന്റെ ഒരു ഭംഗി, ഒരു എന്താ പറയാ, സാരീസ് എന്ന് പറയുമ്പോ തൊട്ട് താഴെ 19,700 രൂപ. അതായത് ഇത് പുറത്ത് ഇതിനേക്കാൾ വിലയാണ്, പക്ഷെ നമ്മുടെ പ്രൈസ് 19,700 മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ പുറത്ത് ഒരു 30-40 വരുന്ന ഐറ്റം നമുക്ക് ഇവിടെ ഈ റേറ്റ് ആയിരിക്കും. 25-27 ആ റേഞ്ചിലും കിട്ടും. ഓക്കെ. 27-28 ആ ഒരു റേഞ്ചിനുള്ള ഐറ്റം ആണ് നമുക്ക് ഇവിടെ ഇത്രയും റേറ്റ്. അതായത് 20ന്റെ താഴെ നമുക്ക്, അതും പ്യുവർ കാഞ്ചീപുരം പറയണ കേട്ടോ, വെറുതെ പറയണതല്ല. നിങ്ങൾ വന്ന് ആ ഒരു ഫീലിംഗ് ചെയ്യാം. അപ്പൊ വരണമെങ്കിൽ നമുക്ക് എങ്ങടെ വരണ്ടേ ശരിക്കും? എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് തന്നെ MG റോഡിലെ MG റോഡ് മെട്രോ സ്റ്റേഷൻ തൊട്ടിപ്പുറത്ത്. അതായത് നമ്മുടെ ചെന്നൈ സിൽക്സിനൊക്കെ തൊട്ടടുത്തായിട്ടുള്ള മെട്രോ സ്റ്റേഷനോട് ചേർന്നാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് മഹാരാജാസ് മെട്രോ സ്റ്റേഷൻ ആണോ എന്നുള്ളത്. MG റോഡിൽ 2 മെട്രോ സ്റ്റേഷൻ ആണുള്ളത്, ഒന്ന് മഹാരാജാസും ഒന്ന് MG റോഡും. അതിൽ MG റോഡ് മെട്രോ സ്റ്റേഷന് തൊട്ടിപ്പുറത്തായിട്ടാണ്. പില്ലർ നമ്പർ എന്നൊക്കെ പറയുമ്പോ ഇവിടെ നമുക്ക് മെട്രോ സ്റ്റേഷൻ ആയതുകൊണ്ട് പില്ലർ നമ്പർ ഇല്ല. മാട്ടിയുടെ ഒക്കെ അടുത്തായിട്ടുള്ള മെട്രോ സ്റ്റേഷൻ. അങ്ങനെയാണ്. എല്ലാവർക്കും അപ്പൊ നേരിട്ട് വരാ, വന്നു നോക്കാം, ഫീൽ ചെയ്യാം. നല്ല എക്സൈറ്റ്. ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. ഇതൊക്കെ നോക്കിയേ. നല്ല നല്ല സാരീസിന്റെ കളക്ഷൻസ് ഒക്കെ വെഡിങ് കളക്ഷൻസ് ആണ് കേട്ടോ. ഇത് ഫുൾ പ്യുവർ കാഞ്ചീപുരം കളക്ഷൻസ് ആണല്ലേ വരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കോമ്പിനേഷൻ ആണിത്. പിങ്ക് അല്ലേ? പിങ്കില് അതിന്റെ ആ വീവിംഗ് ആണ്. സാരി കണ്ടോ? അതൊരു നല്ല ഷെയ്ഡും അടിപൊളിയാണ്. അതിന്റെ ആ ഒരു വീവിങ്ങും അതിന്റെ ഒരു ഡിസൈൻസ് കാര്യങ്ങളും നല്ലൊരു. ഇതിന്റെ ഒക്കെ ബ്ലൗസ് എന്ന് പറയുമ്പോൾ മെയിൻ ഹൈലൈറ്റ് എടുത്ത് കാണിക്കേണ്ടത് തന്നെയാണ് അല്ലേ? അതായത് ഇതിന്റെ ഫിനിഷിംഗ് ആണ് നമ്മൾ പ്രത്യേകം ചെയ്തതാണ്. ഭയങ്കര സോഫ്റ്റ് ആക്കിയിട്ടില്ല. അതിന്റെ കാരണം എന്താ അറിയാം? ആ ഒരു റഫ്, ഒരു കാഞ്ചീപുരത്തിന്റെ ഒരു തിക്നെസ് കണ്ടോ, ഒരു റഫ്നെസ്. എന്നാലും ഫീൽ. നമ്മളിത് ഓവർ സോഫ്റ്റ് ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഫീൽ പോകും. അതുകൊണ്ട് നമ്മൾ ഓവർ സോഫ്റ്റ് ആക്കാതായി നോക്കിയാൽ ഒരു സാരിയുടെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ശരിക്കും ആ ഒരു പ്രൈസ് ഇതിന് തോന്നി. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞൊരു 17 റേഞ്ചേ ഉള്ളൂ. ഒരു 17 റേഞ്ചാണ് ഇത് വില വരുന്നത്. നിങ്ങൾക്ക് അറിയാം, ഇത് ആ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, വളരെ അഫോർഡബിൾ ആണ് ഈ പ്രൈസ്. ഈ ഒരു പ്യുവർ കാഞ്ചീപുരത്തിലെ ഈ പ്രൈസ്. ഇത് ഇനി കുറച്ചും കൂടി കിട്ടും. കുറെ കാഞ്ചീപുരം കാണും. ഇതൊക്കെ സാരീസ് ആണ് കേട്ടോ. ഏത് മോഡൽ വേണം? പ്യുവർ കാഞ്ചീപുരത്തിലെ വേറൊരു നല്ല ഷെയ്ഡ് വന്നേ. നല്ല ഭംഗിയുള്ളത് കേട്ടോ. ഇപ്പോഴത്തെ ആ ഒരു അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ബോർഡർ ആണ്. വലിയ ബോർഡർ വേണം. അതുപോലെ തന്നെ ഇതിന്റെ മുന്താണിയുടെ പോർഷൻ നോക്കിയാൽ അതിലും ഇതൊരു സിംഗിൾ ഷെയ്ഡിലാണ്. അപ്പൊ കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ഉണ്ട്. പക്ഷെ കോൺട്രാസ്റ്റ് വീണ്ടും ഔട്ട് ആയിട്ട് കോൺട്രാസ്റ്റിനെക്കാട്ടി ഇപ്പൊ വീണ്ടും എല്ലാവർക്കും ബോർഡർ കിട്ടും. ബോർഡർ ഇങ്ങനെ വരണം എന്നുള്ളത്. അതായത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ബോർഡർ ആണ് ഇപ്പൊ ട്രെൻഡ്. അതെ. ഇതാണ് ഇപ്പൊ മെയിൻ നിൽക്കുന്നത് അല്ലേ? പക്ഷെ ഇതൊക്കെ ഇങ്ങനെ വെച്ചിങ്ങനെ നോക്കിയ ഒരു ഫീലിംഗ് അത് വരണം. കണ്ടോ നല്ല ഭംഗിയാണ്. ഉടുത്ത് വരുമ്പോൾ ആ ഒരു എഫക്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഇനി ഏതാ സാരി കാണിക്കാനല്ലോ? ലെവൻഡർ. സാധാരണ വരാത്തൊരു കളർ കാണിച്ചു കൊടുത്തേ. ഞാനത് എടുക്കണം എന്ന് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു കേട്ടോ. വരാത്തൊരു ഷെയ്ഡാണ്. നല്ല ഷെയ്ഡ്. ഇത് ഓപ്പൺ ചെയ്യണോണ്ട് കുഴപ്പമില്ലല്ലോ. എല്ലാ സാരികളും അങ്ങനെ നിവർത്തി കാണിക്കാനും പറ്റില്ലല്ലോ. അതെ. സാരി സെക്ഷനിലെ ചേച്ചിമാരെ പ്ലീസ് വരൂ. വെറൈറ്റി കളറാണ്. സാധാരണ വരാത്ത ആ ഒരു ഡിസൈൻ ആണെങ്കിലും ഒരു വെറൈറ്റി ഡിസൈൻ. അതെ. ഡിസൈൻസ് ഇതൊക്കെ നിങ്ങൾ ചെയ്തെടുക്കണതാ അല്ലേ? ഓരോന്നും പറഞ്ഞു കൊടുത്ത് ചെയ്യുന്ന ഡിസൈൻസുകളാണ്. ഓക്കെ. അതായത് നമ്മൾ മാക്സിമം ഇപ്പോഴത്തെ ഏതാണ് ട്രെൻഡിങ് അത് നോക്കി നമ്മൾ ചെയ്യുന്നതാണ്. ഇത് ബോഡിയുടെ ഒരു വർക്ക് കേട്ടോ. ഇതിന്റെ ഒരു മുന്താണി പോർഷൻ നോക്കുകയാണെങ്കിൽ അതിലും നല്ല. അതെ. നല്ലൊരു പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ കൂടുതൽ ക്രിസ്ത്യൻ വെഡിങ്സിലൊക്കെ ഇങ്ങനത്തെ കളർ ഷെയ്ഡ്സ് കൂടുതൽ മൂവിങ് ആണ് കേട്ടോ. അടിപൊളി ഷെയ്ഡ്.
എല്ലാതും കാണിക്കാനുള്ളതാ, ഏത് കാണിക്കും എന്നുള്ളതാണ്. പക്ഷെ ഈ കാണിച്ചത് നമ്മൾ ഹാൻഡ് പിക്ഡ് ആയതുകൊണ്ട് ഇപ്പം മറ്റു വലിയ ഷോപ്പിന്റെ ഒരുപാട് കളക്ഷൻ ഒന്നും കാണില്ല ഇവിടെ. പക്ഷെ ഞങ്ങളുടെ ഓരോ പീസും ഞങ്ങള് ഉണ്ണിയെ പോലെ നോക്കണത്, അതേപോലെ തന്നെ നിങ്ങൾ വന്നിട്ട് അതേ അല്ല നമ്മൾ അത്രയും നമ്മുടെ സാരി നമുക്ക് ബലപ്പെട്ടതാണ്, നമുക്ക് അത്രയും റയർ സംഭവങ്ങളാണ് കേട്ടോ. അത്രയും റയർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഓരോന്നും കൈകൊണ്ട് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ഓരോന്നോരോ ഡിസൈൻ ചെയ്യണം, അതേപോലെ തന്നെയാണ് നമ്മൾ ഈ സാരീസും ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഡിസൈൻസ് ഒക്കെ നോക്കിയാൽ നല്ല ഒരു ബോക്സ് പാറ്റേണിലാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ആ ഒരു ബോർഡർ വർക്ക്, വാവ്, സൂപ്പർ, ജസ്റ്റ് സൂപ്പർ, അത്രേ പറയാനുള്ളൂ. നല്ല ഡിസൈൻ കേട്ടോ. ഇതാ അതിന്റെ കളർ ചേഞ്ചസ് ആണ് ഇതിന്റെ അല്ലേ? ഓ സെയിം ബോക്സിന്റെ സെയിം ബോക്സിൽ ചെറിയ മാറ്റം ഉണ്ട്. ആഹാ, എല്ലാതും ഡിഫറെന്റ് ഡിഫറെന്റ് ആണ്. ഒരു സാരിയുടെ അടുത്ത കളർ കൊണ്ടിരില്ല, ഒരു സാരി ഒരൊറ്റ പീസ് കാണത്തില്ല ആ ഒരു ഡിസൈനിൽ. ഓക്കെ, ഡിസൈൻ ആയിരിക്കും കൂടുതൽ അങ്ങനെയാ ചെയ്യുന്നത്. നല്ലത്. അതെ അതെ അതെ, മാറി നിൽക്കണമല്ലോ. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർക്ക്. ഇത് അതെ അതെ അതെ, എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. കാരണം ആ ഒരു ചെറിയ ചെറിയ പോൾക്ക വർക്ക് അതൊക്കെ നല്ല ട്രെൻഡിൽ നിൽക്കണം. ഇത് എത്ര വന്നാലും എത്ര. ഈ സാരി ഞങ്ങള് അഞ്ജലിയും ഞങ്ങൾ എല്ലാവരും പോയിട്ട് കൊണ്ടുവന്ന, ഞാന് എന്റെ വൈഫ് ഞങ്ങൾ എല്ലാവരും പോയിട്ട് കൊണ്ടുവന്ന സാരിയാണ്. അതെ, സെലക്ഷൻ ആണ് ഈ സാരി. അത് അഞ്ജലിയാണോ? രണ്ടെണ്ണം പോയി, ഇനി ഒരു പീസിലാണല്ലോ. ഒരു പീസോടെ ഉള്ളൂ. ഇനി ഈ ഒരു പീസ് നമ്മുടെ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഇത് പോവും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇതിന്റെ ഈ ഒരു മുന്താണിയുടെ പോർഷൻ നോക്കിയേ. ഇത് പിന്നെ ചില്ലി റെഡ് ആണല്ലോ, പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കളറാണ് ചില്ലി റെഡ്, മെറൂൺ, ഗ്രീൻ, ആ ഒരു കോമ്പിനേഷൻ. ഇനി ഒരു സാരി കൂടി എനിക്ക് കാണിക്കാനുണ്ട്, ആ ലെവൻഡർ. ലെവൻഡർ പിന്നെ ഇപ്പൊ കുറച്ച് മൂവിങ് കൂടുതലാണ്, നല്ല രീതിയിൽ ലെവൻഡർ. അതുപോലെ ഞാൻ ഉടുത്തിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയില്. ഇതൊന്ന് തുറന്നേ. ഇവരാകുമ്പോ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആണ്, പെട്ടെന്ന് തുറക്കാനും. ഗ്രീൻ അല്ലേ? അതെ, എല്ലാതും കാണിക്കാനുള്ളതാണ്. ഇതൊരു യൂസ് ചെയ്തെങ്കിൽ ചെറിയൊക്കെ പ്യുവർ ആണ് അല്ലേ? നല്ല പ്യുവർ കാഞ്ചീപുരം. അപ്പൊ അത് അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. അഞ്ജലി ഇത് പറഞ്ഞു, നമ്മുടെ ഷോപ്പിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു. നമ്മുടെ ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് കരിഷ്മ. അതായത് പ്യുവർ ആണെങ്കിലേ നമ്മൾ പ്യുവർ കാഞ്ചീപുരം എന്ന് പറയത്തുള്ളൂ. എന്തായിട്ട് ആണെങ്കിലും, ഇപ്പൊ കോട്ടൺ ആണെങ്കിൽ കൂടി, ബനാറസി ആണെങ്കിൽ കൂടി, എന്ത് ഫാബ്രിക് ആണെങ്കിലും അത് പ്യുവർ ആണെങ്കിലേ നമ്മൾ അങ്ങനെ പറയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ബനാറസി മോഡൽ അല്ലെങ്കിൽ കാഞ്ചീപുരം മോഡൽ അങ്ങനെ പറയുള്ളൂ. പ്യുവർ ആണെങ്കിൽ മാത്രമേ. അതെ, നിങ്ങളെ വീഡിയോയിൽ എന്താ പറയാ, പിന്നെ ഇവരുടെ വീഡിയോ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ ഈ വീഡിയോ ഇവിടെ തീർന്നാലും നാളെ എന്ത് വന്നു എന്നുള്ളത് അത് കാണണമെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക, ഫേസ്ബുക്കിലൊക്കെ ഇവർ അപ്ഡേറ്റ് അപ്പ ഡെയിലി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ എന്താ 10,000 വരെ എന്തോ സാറ് പറഞ്ഞല്ലോ. സാധാരണ ഒരു കസ്റ്റമറോട് വന്നിട്ട് 10,000 രൂപയുടെ ഒരു കാഞ്ചീപുരം വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇല്ലെന്ന് തന്നെ പറയത്തുള്ളൂ. വേറൊരു ഷോപ്പിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം ഞങ്ങൾ 10,000 രൂപയ്ക്ക് കാഞ്ചീപുരം കിട്ടില്ല. ഞങ്ങൾ എന്തായാലും അത് സത്യമേ പറയത്തുള്ളൂ. അതിനകത്ത് അത് നിങ്ങൾക്ക് അത് വിശ്വസിച്ച് വാങ്ങിക്കാം. ഇവിടുന്ന് പ്യൂർ സിൽക്ക് എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽക്ക് ആയിരിക്കും, അല്ലാതെ ഒരിക്കലും അല്ല. ആ കാര്യത്തിന് എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. 1-2 ഷോപ്പുകളെ അങ്ങനെ പറയുന്നവരുള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് ഇൻ കേസ് ഫാബ്രിക് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞങ്ങൾ അറിയില്ലെന്ന് തന്നെ പറയും. ചില ഫാബ്രിക്, പുതിയ ഫാബ്രിക് നമുക്ക് പേര് പറയാറായിട്ടില്ല അല്ലെങ്കിൽ അറിയില്ല, ഞങ്ങൾ അറിയില്ലെന്ന് പറയും. ഞങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ പറയുള്ളൂ, അല്ലാതെ എന്തെങ്കിലും എടുത്ത് വെച്ച് വിറ്റിട്ട് ഇന്ന പേരാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കില്ല. ആ കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമില്ല. കാരണം വെച്ചാൽ ഈ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആദ്യത്തെ വീഡിയോ അല്ല. നമ്മളൊരു 2-3 കൊല്ലമായിട്ട് നമ്മൾ ഈ ഒരു കരിഷ്മയായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അന്നേ തൊട്ട് എനിക്ക് കരിഷ്മ എന്താണ്, ബിസിയോ എന്താണ്, ഇവരെ വേറെ കടര പേരുകളാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ 3-4 കടയുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ആ പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊന്നും നോക്കിയാൽ ഗ്രീൻ വേണോ പിങ്ക് വേണോ, ആകെ കൺഫ്യൂഷനിലാണ് അല്ലേ? അതെ. അപ്പം ഇത് ആ ഒരു പിങ്ക് ആയാലും ഗ്രീൻ ആയാലും അതിൻ്റെ വർക്ക് ആയാലും എല്ലാത്തിലും, പിന്നെ നല്ല ആ ഒരു സട്ടലായിട്ടുള്ള ഒരു ഷെയ്ഡിൽ തിളക്കളതും ഉണ്ട്, തിളക്കമില്ലാത്തതും ഉണ്ട്, ഡിഫറെന്റ്. അങ്ങനെ ഏതൊക്കെ വെറൈറ്റീസ് വേണമെങ്കിലും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, അതിന് ഇഷ്ടമുള്ള റേഞ്ചിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പ്യുവർ കാഞ്ചീപുരം സാരീസ് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ 13,900 മുതലാണ്. ഇനിയിപ്പോ പിങ്കിൽ തന്നെ, ഇപ്പൊ നമ്മൾ ഈ കാഞ്ചീപുരം കാണിച്ച ഇതിൽ തന്നെ പിങ്ക്, ഒരു റാണി പിങ്കിൽ തന്നെ കണ്ടോ, ഈ ഒരു 3 ഷെയ്ഡ്. ഇതേ ഈ റാണി കോൺട്രാസ്റ്റ് ആണെങ്കിൽ അങ്ങനെയും നമുക്കുണ്ട് കേട്ടോ. ഇതല്ലേ ഇത് അതെ, നടുക്കിൽ എന്തോ ഒരു സ്പെഷ്യൽ ഡിസൈൻ കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ റാണി പിങ്കിൽ തന്നെ നമുക്ക് കണ്ടോ 3 ഡിഫറെന്റ് ഡിസൈൻസ് ആണ്, കളേഴ്സും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് നോക്കിയാലോ? ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ കേട്ടോ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതൊക്കെ ശരിക്കില്ലേ ആ കല്യാണത്തിൽ ആ ഒരു നമ്മളെ നല്ല ബോക്സ്, ആ ബോക്സിന് എന്താ പറയാ, സംഭവം കല്യാണപ്പെട്ടിയാ എന്തൊക്കെയാ പറയാ, അത് നമ്മൾ ഈ പള്ളിയിലേക്കൊക്കെ കൊണ്ടു അതിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ മാറും അല്ലേ? തീർച്ചയായിട്ടും. അടിപൊളി.
അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബോട്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് സെലക്റ്റീവ് ആയിട്ടുള്ള പിക്സ് ആണ്. ഇത് ഫുള്ളി സാറ് തന്നെ ഡയറക്റ്റ് പോയി കണ്ട് അതിൽ നിന്ന് സോർട്ട് ചെയ്തെടുത്തുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് യാത്രാ ചെലവ് മാത്രമല്ല, അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഇത്ര പീസ് എടുക്കണം, ഇത്ര രൂപയ്ക്ക് എടുക്കണം, ഹോൾസെയിലായിട്ട് 1-2 പീസ് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ പ്യുവർ കാഞ്ചീപുരം വേണമെങ്കിൽ അതായിക്കോട്ടെ, അതല്ല നിങ്ങൾക്ക് ഈ 2,900 റേഞ്ചിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് പറഞ്ഞാൽ മതി. അതെ, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ 2,900 എക്സ്ട്രാ ഡിസ്കൗണ്ട് വരും ഹോൾസെയിൽ ആകുമ്പോൾ. ഇപ്പൊ നമ്മൾ ഈ റേറ്റ് പറയണതൊക്കെ നമ്മുടെ റീറ്റെയിൽ പ്രൈസ് ആണ് പറയുന്നത്, ഹോൾസെയിൽ പ്രൈസ് അല്ല പറയുന്നത്. ഈ ഒരു ചില്ലി റെഡ് നോക്കി, നമ്മൾ ചില്ലി റെഡിൽ തന്നെ കുറേ കണ്ടിട്ടുണ്ടല്ലേ, പക്ഷെ ഈ ഒരു റെഡ് നോക്കിയേ, ഇതും ഒരു ഡിഫറൻറ്റ് തന്നെയാണ്. എല്ലാത്തിലും ഓരോന്നോരോന്ന് വ്യത്യാസങ്ങളുണ്ട് അല്ലേ കാണാനായിട്ട്. ഇതും ഒരു ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വർക്ക് കാണുമ്പോൾ തന്നെ ഒരു ആഹാ എന്ന് പറഞ്ഞു പോലെ. പിന്നെ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡ്രസ്സ് ആഭരണം ഇതിലാണല്ലോ നമ്മുടെ കാണുമ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇതാ വെച്ചാൽ അതിനേക്കാളും ഞാൻ കുറേ നേരം നോട്ടച്ച മഞ്ഞ എന്ന് പറഞ്ഞാൽ ഞാൻ വിടൂല്ല. അതിൽ ഒരു കോൺട്രാസ്റ്റ് കൂടി വന്നപ്പോൾ പിന്നെ പറയേ വേണ്ട. ഇതിൽ തന്നെ കോൺട്രാസ്റ്റിൽ പിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്തേ. ഇതൊക്കെ ഒരുപാട് സാരി ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ വെഡിങ് അല്ലെങ്കിൽ കൂടി കാഞ്ചീപുരം സാരീസ് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സത്യം, അവര് അത് മാത്രമേ കൊടുക്കുള്ളൂ ഫംഗ്ഷന്, വേറെ ഒരു സംഭവം വേണ്ട. അതും വൺ ടൈം യൂസിനൊക്കെ വേണ്ടിയിട്ട്. ഇത് മുന്താണിയുടെ പോഷൻ വരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ പ്യുവറിൽ വരുന്നതാണ്, നല്ല കളർ ഷെയ്ഡാണ്. ഇതിന്റെ ഈ ഒരു പോഷൻ ഒരു ലെയറും കൂടി ഓപ്പൺ ചെയ്താലാണ് ആ ഒരു ആക്ച്വലി ഇതൊന്ന് വെച്ച് നോക്കിയാലോ. തീർച്ചയായിട്ടും അതാവുമ്പോ ഒന്നുകൂടി ഭംഗിയാവും. അതാണല്ലോ അതിന്റെ ഭംഗി വരുന്നത്. കണ്ടോ, മഞ്ഞ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് വെച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞത്. അതൊന്ന് ഒരു പ്രത്യേകതയാണ്. അത് ഏത് പെണ്ണുകൾ കൊടുത്താലും അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി ഫീൽ ചെയ്യുന്നതായിരിക്കും അല്ലേ. ഇതാ അപ്പം എല്ലാത്തിലും നല്ല റിച്ച് ബ്ലൗസും മുന്താണിയാണ് അല്ലേ. മാമിന് ഇപ്പൊ ഓപ്പൺ ചെയ്ത എല്ലാ സാരീസും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യം, ഒന്നും പറയാനില്ല, ഒന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം അത്രയധികം സെലക്റ്റീവ് ആയിട്ടുള്ള പീസസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത്രയും ഭാരം കുറഞ്ഞു കിട്ടും. നിങ്ങൾക്ക് എന്തായാലും ഷുവർ ആണ് ഈ സാരീസ് ഒക്കെ പോകുന്ന ഐറ്റംസ് ആണ്. അത് ഞാൻ ഒരു കാര്യം എടുത്തു പറയാം, സാരീസ് മാത്രല്ല മൊത്തത്തില് നോക്കുമ്പോൾ ഒരു റേറ്റ് കുറവുണ്ട്. അത് പറയാണ്ടിരിക്കാൻ വേറെ ഇടനിലക്കാരൊന്നും ഇല്ല. ഡയറക്റ്റ് നമ്മുടെ സാർ തന്നെ ഡയറക്റ്റ് ചെന്ന് പർച്ചേസ് ചെയ്യുന്നതാണ്. കാരണം അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ വീവിങ് വില്ലേജിൽ പോയി വീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ ഈ ഷോപ്പിന് ഓപ്പണിങ്ങിന് മുമ്പേ ഞാൻ ഉൾപ്പെടെ പോയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം അവർ എത്രത്തോളം പ്യുവറായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നും. പിന്നെ അത് ശരിയാണ് കേട്ടോ. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് തരുന്ന അവരൊരു റെസ്പെക്റ്റും അവർ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും, അവർ എന്തൊക്കെ വെറൈറ്റീസ് അവരുടെ കയ്യിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളതെല്ലാം നമുക്ക് കൊണ്ടുവന്ന് കാണിക്കും. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അത്രയധികം സാർ നീറ്റായിട്ട് അത്രയും വിനയത്തോടു കൂടി അത്രയും സ്നേഹത്തോടു കൂടിയിട്ട് അവരുടെ അടുത്ത് പെരുമാറുന്നത് കൊണ്ടും കൂടെ ആയിരിക്കില്ലേ. അതുകൊണ്ട് വളരെ സെലക്റ്റീവായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കും പിക്ക് ചെയ്തിട്ടുണ്ടാവും. ഒന്നും ഇടനിലക്കാരില്ല, ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യണം. ഫുൾ ടൈം പർച്ചേസിങ്ങിൽ തന്നെയാണ്. ഫുൾ ടൈം എന്തോ ഭാഗ്യം ഇന്ന് വന്നപ്പോൾ സാറിന് കിട്ടി. ചില സമയത്ത് വരുമ്പോൾ സാറിന് കിട്ടാറില്ല. എന്തായാലും ഇതൊരു പീക്കോക്ക് ഷെയ്ഡിലൊന്ന് നോക്കിയാലോ നമുക്ക്. ഇതൊരു പീക്കോക്ക് ഷെയ്ഡ് അല്ലേ. എന്നാ ഓപ്പൺ ചെയ്തോ. ഇതൊക്കെ എനിക്കെല്ലാം ഇഷ്ടമാണ്. എനിക്ക് പ്രത്യേകിച്ച് സാരി ഭയങ്കര ഇഷ്ടമാണ്, ഉടുക്കാനും ഇഷ്ടമാണ്. പക്ഷെ എല്ലാ ടൈം ഇങ്ങനെ സാരി കൊടുത്ത് നടക്കാനും പറ്റില്ല, അത് പോസിബിൾ അല്ലല്ലോ, നമ്മൾ ഫുൾ ട്രാവലിംഗ് ആണ്. പക്ഷെ സാരി എന്ന് പറയുമ്പോൾ ഒരു പെണ്ണുങ്ങളുടെ ഒരു സ്വപ്നം തന്നെയാണ്. തീർച്ചയായിട്ടും സത്യം. നല്ല ഒരു പീക്കോക്ക് ഷെയ്ഡിൽ വരുന്ന കാഞ്ചീപുരം അല്ലേ. പിന്നെ ഈ കാഞ്ചീപുരം സാരീസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു പെണ്ണിന്റെയും ഒരു ആഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും ഒരു കാഞ്ചീപുരം പട്ട് ജീവിതത്തിൽ ഉടുക്കാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി നമുക്ക് ഇതേപോലെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ്, അതും ഈ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ നോക്കുന്നവർക്കാണെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാ റേഞ്ചിലും ഇനി കാഞ്ചീപുരം മാത്രമല്ല വേറെ വെറൈറ്റീസ് ഓഫ് സാരീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഒരു വെഡിങ് സെക്ഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ എടുത്ത് പറയണത് കാഞ്ചീപുരം അല്ലെങ്കിൽ സെമി കാഞ്ചീപുരം ആ ഒരു സിൽക്ക് സെക്ഷനിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് റീറ്റെയിലും അതുപോലെ തന്നെ ഹോൾസെയിലും റീസെല്ലേഴ്സും ഓൺലൈൻ ചെയ്യുന്നവരും എല്ലാവർക്കും നിങ്ങൾക്ക് വന്ന് നോക്കാം. റേറ്റ് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ റീറ്റെയിൽ പ്രൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് ഹോൾസെയിലിൻ്റെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വിളിക്കുക നേരിട്ട്, അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചാൽ പറയില്ല. അതാണ് നേരിട്ട് വരിക, അതായിരിക്കും ബെറ്റർ. കാരണം നേരിട്ട് വരും. അതെ, ഫസ്റ്റ് ടൈം പർച്ചേസിങ് ഹോൾസെയിലിൽ നേരിട്ട് വരാം, ഡീൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ഓൺലൈനിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു സംഭവം എന്താ ഇനി ഇരിക്കുന്നത്? ഇത് മീഡിയം റേഞ്ചിൽ വരുന്ന 10,000 റേഞ്ച്. ആദ്യം കണ്ടത് 2,900 റേഞ്ച്. പിന്നെ നമ്മൾ പ്യുവർ അല്ലേ കണ്ടത്. ഇതിനിടയ്ക്ക് സെമി പ്യുവർ സിൽക്ക് ആണ്. പ്യുവർ സിൽക്കില് ഓക്കെ. കാഞ്ചീപുരത്ത് നല്ലതേ ഉള്ളൂ. സിൽക്ക് തന്നെയാണ്.
ഒരു സാരി ഓപ്പൺ ചെയ്ത് ഓക്കെ. എല്ലാം നല്ല അടിപൊളി ഡിസൈനർ പീസാണ്. എനിക്ക് ഈ 2 ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതൊന്നുകൂടി കുറഞ്ഞതാ. ഇനി ഇത് 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 2,900 നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ. ഇതാവുമ്പോ 10ന്റെ ഉള്ളില് 10 റേഞ്ച് 10,000 റേഞ്ച് വരും. 10, 9,900, 10,900 ആ റേഞ്ച്. അതെ, ഓറഞ്ച് റെസ്റ്റോറന്റ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓറഞ്ച് എന്ന് പറയുമ്പോ ഓറഞ്ച് തന്നെ നല്ല. അതെ, പക്ഷെ ഇത് നമ്മൾ മാത്രം ഇത് കാഞ്ചീപുരം അല്ലെന്ന് പറഞ്ഞത്. കാഞ്ചീപുരം അല്ല, കാഞ്ചീപുരത്ത് നെയ്യുന്ന സാരി അല്ല. പക്ഷെ കാഞ്ചീപുരം പോലെ തന്നെ 100% പ്യുവർ ആണ്, ഡബിൾ വാർപ്പാണ്. അതിന്റെ നെയ്ത്തെല്ലാം സെയിം ആണ്. പക്ഷെ കാഞ്ചീപുരത്ത് നെയ്യുന്നതല്ല. പക്ഷെ എല്ലായിടത്തും ഇത് കാഞ്ചീപുരം സാരി എന്ന് പറഞ്ഞാണ് തരുന്നത്, 10 റേഞ്ചിൽ ചോദിക്കുന്നവർക്കൊക്കെ തരുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് ഇത് കാഞ്ചീപുരം അല്ല. കാഞ്ചീപുരത്ത് അപ്പൊ ഞാനൊക്കെ ഈ 10 കൊല്ലം മുന്നേ കാഞ്ചീപുരം പറഞ്ഞിട്ട് 5,000-6,000 മേടിച്ചിട്ട് അല്ല. ഇപ്പോഴെല്ലാം മനസ്സിലായത് അതൊന്നും കാഞ്ചീപുരല്ല. ഇത് നോക്കിയ നല്ല ഷെയ്ഡിലാണ് കേട്ടോ. പിന്നെ കുറൊക്കെ നിൽക്കുന്നത് നല്ല, പിന്നെ വർക്കിലും ഉണ്ട്. ഇതൊക്കെ 10ന്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുള്ള കളക്ഷൻ ആട്ടോ. ഇതിന് ബ്ലൗസ് വരുമ്പോ എങ്ങനെയാ വരുന്നത്? പ്ലെയിനാ. ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ. പിന്നെ സ്ലീവില് നമുക്ക് ആ ഒരു വർക്ക് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇനി ഇത് ഒരു കളറിലായി. ഇനി സാധാരണ ഒരു വെഡിങ്ങിലേക്ക് നമുക്കൊരു പേസ്റ്റൽ വേണ്ടേ, അതിലേക്ക് ക്രിസ്ത്യൻ വെഡിങ്ങിന് യൂസ് ചെയ്യുന്ന സംഭവം. ഇതിന്റെ കളറും നല്ല, ഇതിനിപ്പോ ശരിക്കും പറഞ്ഞാൽ ഓഫ് വൈറ്റ് ആണോ വൈറ്റ് ആണോ പറയണ്ടേ എന്താ. പക്ഷെ എന്തായാലും ഒരു ക്രിസ്ത്യൻ വെഡിങ്ങിന്റെ അടിപൊളി ആ ഒരു തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ട് ആ ഒരു വർക്കാണ് എനിക്ക് പറയാനുള്ളത്. വർക്ക് ഒന്ന് അടുത്തേക്ക് വന്നാൽ ഈ ഡിസൈൻസ് ഒന്ന് കാണിച്ചു കൊടുത്താലേ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ ദൂരത്തിൽ കൂടെ അല്ല അടുത്തേക്ക് കൂടെ വന്ന് കാണാനുള്ള ഒരു സംഭവമാണ്. രസമായിട്ടുണ്ടല്ലേ? കളർ എന്താ പറയാ ഇതിന്? എന്താ കളർ? ഒരു കാര്യം അവർ കമന്റ് ചെയ്യട്ടെ കമന്റ് സെക്ഷനിൽ. നിങ്ങൾ തന്നെ പറയൂ ഇതിന്റെ കളർ എന്താണെന്ന്. ഒരു പിടുത്തമില്ല, നമുക്ക് അറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറയും അല്ലേ? അതാണ് നമ്മളെ. ഓക്കെ. അപ്പൊ ഈ ഒരു കളർ എന്താണെന്നുള്ളത് പ്ലീസ് ഒന്ന് കമന്റ് ചെയ്ത് പറയാൻ. ഞങ്ങൾക്ക് അറിയൂല അല്ലേ? അപ്പൊ ഇനി നമുക്ക് ആ ഒരു സെക്ഷൻ ഇതിൽ കുറച്ചുകൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോവാം അല്ലെ? ഇനി ഇതിൽ വേറൊരു കളറും കൂടെ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് ഈ ഒരു റാണി പിങ്കോ അങ്ങനെ എന്തെങ്കിലും. ഇതാ, ഇതും ആ ഒരു 10ൽ ഒതുങ്ങിയിട്ടുള്ള ഒരു കാഞ്ചീപുരം സാരി. കാഞ്ചീപുരം എന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ, പക്ഷെ പ്യുവർ അല്ല. അതെ, പക്ഷെ പ്യുവർ സിൽക്ക് ആണ്. കാഞ്ചീപുരം അല്ലെന്നേ ഉള്ളൂ. അതെ, അത് അത്രേ ഉള്ളൂ. അപ്പൊ ഇത് അതെ. അപ്പൊ ഇനി ഇതിന്റെ ഒരുപാടുണ്ട് കേട്ടോ, കളേഴ്സും കളക്ഷൻസും ചൂസ് ചെയ്യാനായിട്ട്. നമ്മളിവിടെ കുറച്ച് കളക്ഷൻസേ വെച്ചിട്ടുള്ളൂ എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ ഒരുപാട് വലിച്ചുവാരി എടുക്കില്ല. കാരണം നമ്മൾ ഈ ഒരു പ്രൈസിന് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു പീസ് പോലും ഡെഡ് സ്റ്റോക്ക് ആവാൻ പാടില്ല. അത് മൈക്ക് കിട്ടുമെന്ന് അറിയില്ല. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻ നമ്മൾ കൊണ്ടുവെക്കില്ല. അതിന്റെ കാരണം ഇങ്ങനെ ഒരുപാട് കളക്ഷൻ നമ്മൾ കൊണ്ടുവെക്കില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പീസ് പോലും വിൽക്കാതെ ഇരിക്കാൻ പാടില്ല. കാരണം വളരെ ചെറിയ പ്രോഫിറ്റ് ആണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പീസും നമുക്ക് സെയിലാവണം. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വലിച്ചു വാരി സെലക്ഷന് വേണ്ടി പോവാത്ത ഒരു കളറുകളും നമ്മൾ കൊണ്ടില്ല. 100% സെയിലാവുമെന്ന് ഉറപ്പുള്ള കളറുകളും ട്രെൻഡിങ് ആയിട്ടുള്ള കളറുകൾ മാത്രം നമ്മൾ കൊണ്ടിരുന്നത്. അത് നമുക്ക് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് നോക്കുമ്പോൾ പറയാം എല്ലാം ഹാൻഡ് പിക്ഡ് ആണ്. നമ്മൾ ബോട്ടിക്കിലൊക്കെ പോയി എടുക്കുമ്പോൾ നമ്മൾ 4 സാരി 5 സാരിയാണ് കാണുന്നത്. അതുപോലെയാണ് നമ്മുടെ ഷോപ്പ്. നമ്മുടെ ഷോപ്പിൽ ഒരു ബോട്ടിക് എന്ന് വേണേൽ പറയാൻ പറ്റും. ആ ഒരു സ്റ്റൈലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ സാരികളും ഒന്നിനൊന്ന് മെച്ചമായിരിക്കും. ഇപ്പോൾ വലിയ വലിയ ഷോപ്പിൽ പോകുമ്പോൾ ആയിരക്കണക്കിന് സാരി പറക്കിയിടുന്ന പോലെ ഞങ്ങളുടെ കാണില്ല. കാരണം അങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ വിലയിൽ വിൽക്കാൻ പറ്റില്ല. നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നു, ചെറിയ ലാഭത്തിലൂടെ വിൽക്കുന്നു. ആ ലാഭത്തിൻ്റെ പകുതി എടുത്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് തരേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വലിച്ചു വാരി എടുക്കാത്തത്. എല്ലാം ഇപ്പോൾ ഒരു മോഡലിൽ 10 സാരി ആണെങ്കിൽ 10 സാരി സെലക്റ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. വെഡിങ്ങിലെ സാരി കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഏത് സാരി എടുത്താലും അതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സാരികളാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരുപാട് സെലക്ഷൻ നമ്മൾ വെക്കാത്തത്. ഉള്ളത് വളരെ സൂപ്പർ ആയിരിക്കും കേട്ടോ. കണ്ടോ ഈ ഒരു കളറിൽ കണ്ടോ. ഇനി നമുക്ക് കുറച്ച് ഫാൻസി സാരി കണ്ടാലോ. റെസ്റ്റോറന്റ് ഷെയ്ഡാണ് ഇപ്പൊ ട്രെൻഡിൽ നിൽക്കുന്നത്. അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ബനാറസിൽ തന്നെ ഒരു 4 ഡിഫറെന്റ് പാറ്റേൺ. ഇതൊക്കെ ഒന്ന് പറഞ്ഞ എന്താ പറയുക ബനാറസിൽ? ബനാറസി ടൈപ്പിൽ ജോർജറ്റിലും വരുന്നുണ്ട്, ഷിനോൺ വരുന്നുണ്ട്, ഡിഫറെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സ് എന്നൊരു കളറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്, അതും ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ, ഡിഫറെൻറ്റ് ഫാബ്രിക്കിൽ, ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. മാം വെയർ ചെയ്തിരിക്കുന്നത് മുതൽ ഞങ്ങളിപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നതാണെങ്കിലും ഇനിയും ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ നമ്മുടെ ഷോപ്പിൽ. അതും റെസ്റ്റോറൻറ്റിൽ തന്നെ മെറൂൺ കോൺട്രാസ്റ്റ് വന്നിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ഒക്കെ കാണുമ്പോൾ ഏകദേശം ഒരുപോലെ, പക്ഷെ അടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ്. ഇനി റെസ്റ്റോറൻറ്റിൻ്റെ വേറെ വെറൈറ്റീസ് ഒന്നും എടുത്ത് കാണിക്കുമോ? ഇത് സെമി സിൽക്കിൽ വരുന്ന ടൈപ്പാണ് കേട്ടോ. ഇത് തന്നെ റെസ്റ്റോറൻറ്റിൽ കോൺട്രാസ്റ്റ് കോഫിയിൽ വരുന്നത്. ഇനി റെസ്റ്റോറൻറ്റിൽ തന്നെ വേറെ ഒരു
വയലറ്റ് പേർപ്പിൾ കളർ കോമ്പിനേഷൻ വരുന്നതായിട്ടുള്ള കളർ. ഇത് ഒരുപാട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഈ റെസ്റ്റോറൻറ്റ്സ് വിത്ത് പേർപ്പിൾ. ഫസ്റ്റ് നമ്മൾ കാണിച്ചത് ബനാറസിയിലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ കാണിക്കുന്നത് ഒക്കെ ഡിഫറെന്റ് മെറ്റീരിയൽസിൽ വെച്ചിട്ടാണ്. അതൊന്ന് തരുമോ? ഇത് ജൂട്ടില് ഇതുപോലെ വർക്ക് വന്നിട്ടുള്ളത് ഒക്കെ പ്ലെയിനിൽ വേണോ വർക്കിൽ വേണോ അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഓക്കെ, ബ്രൈറ്റ് ഉണ്ട്, കുറച്ച് ഡൾ ആയിട്ടുണ്ട്, ഡിം ആയിട്ടുള്ളതുണ്ട്, നല്ല ബ്രൈറ്റിൽ വരുന്നുണ്ട്, അങ്ങനെ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. ഇവരൊന്ന് ഉടുപ്പിച്ച ചേച്ചി രണ്ടോ അതൊന്നും ഉടുപ്പിച്ച ഇതാ. ഇതും ഒരു റെസ്റ്റോറൻറ്റ് തന്നെ കേട്ടോ. എന്ത് രസമല്ലേ. വിൽക്കൂ, കാണിക്കൂ, ഓരോന്നോരോന്ന് പിടിക്കൂ, തരൂ. റെസ്റ്റോറൻറ്റിൻ്റെ എന്താ ലോകല്ലേ, മൊത്തം റെസ്റ്റോറൻറ്റ്. ഇതിപ്പോൾ ഇത്രയും ട്രെൻഡിൽ നിൽക്കുന്ന കളർ ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഷെയ്ഡിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഒറ്റ കളറിൽ തന്നെ ഇത്രയും ഡിഫറെൻറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ടുണ്ട്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അതും ഇതൊക്കെ നമുക്ക് സിംഗിൾ പീസ് കിട്ടും, അതുപോലെ ഹോൾസെയിലും ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് എങ്ങനെയാണ്? ഇത് 798 698 റേഞ്ച് മുതൽ നമുക്ക് അവൈലബിൾ ആണ്. അതും ഫാബ്രിക്കിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ ഈ ഒരു സെമി ജൂട്ട് ആണെങ്കിൽ 998 വരുന്നുണ്ട്, 1600 വരുന്നുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ഈ സാരീസ് ഒക്കെ കൂടുതലായിട്ടും നമുക്ക് ഡ്രസ് കോഡ് സാരീസ് ആയിട്ടും ബൾക്കായിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണോ? ബേൺഡ്. ഇതൊരു പുതിയ അറിവാണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്ന ഒരു പുതിയ അറിവും കിട്ടും, നമുക്ക് കളക്ഷൻസും കിട്ടും. ബേൺഡ് ഓറഞ്ചാ. ഇത് എനിക്ക് പുതിയ അറിവാ സത്യമായിട്ട്. അറിയാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറയും. അതാണ് കരിഷ്മ. ഞാനും അത് തന്നെയാണ്. ഇതാ ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓറഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിലൊരു കോഫി കളർന്ന് അങ്ങനെ ഒരു ഇതായിട്ട് വരുന്നത്. അത് എന്ന് വെച്ചാൽ ബ്രൈറ്റും അല്ല, എന്നാൽ വല്ലാണ്ട് ഉദിച്ച് അങ്ങനെ നിൽക്കുന്നില്ല. സംഭവം സട്ടൽ. എന്നാൽ അതിൽ സിൽക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സിൽക്ക് ഉണ്ട്. ഇതാണ് ഉൾപോഷൻ വരുന്നത്. ഞാൻ ഇതിൻ്റെ നമുക്ക് മുന്താണിയുടെ പോഷൻ നോക്കുകയാണെങ്കിലേ ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ പോഷൻ വരുന്നത്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എന്തോരം കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒക്കെ ഡിഫറെൻറ്റ് ഫാബ്രിക്കിലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് നോക്കണ്ട. ഓരോരോ ഫാബ്രിക്കിനും നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ആണ്. പക്ഷെ ഞാൻ കൊടുത്തതിൻ്റെ എനിക്ക് റേറ്റ് അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ട്. അത് 898 രൂപ മാത്രമേ ഉള്ളൂ. 898 ബനാറസി മോഡലിൽ വന്നിട്ടുള്ള, ബനാറസി അല്ല കേട്ടോ, ബനാറസി മോഡലിൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇത് ഉടുക്കുമ്പോഴും നല്ല സുഖമുണ്ട്, അതുപോലെ കാണുമ്പോഴും നല്ല സുഖമുണ്ട്. പിന്നെ ഇത് സത്യം പറയാമല്ലോ, ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ തന്നെ ഒരു 10 പീസ് കൈയോടെ പോയി. ഇനി ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇവിടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത കളക്ഷൻ നോക്കിയാലോ. ഓറഞ്ച് കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. അഷടാ, ഇതിപ്പോ എനിക്കും കൺഫ്യൂഷൻ, നിങ്ങൾക്കും കൺഫ്യൂഷൻ. മൊത്തത്തിൽ ഇതാ ഏത് ചൂസ് ചെയ്യണം അതാണ്. ഒരു പ്രീമിയം ലുക്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻ ആണ്. കളർ നോക്ക്, കോമ്പിനേഷൻ നോക്ക്, ഇല്ലേ നല്ല അടിപൊളി തിളക്കം, അതും റേറ്റ് കുറവിന്. എന്താളേ ഇതിപ്പോ ഏതാ എടുക്കണ്ടേ? ഇത് കൺഫ്യൂഷനേ ഇല്ല. ഇതാണോ അതാണോ കോൺട്രാസ്റ്റ് ഉണ്ട്, സെൽഫിലും ഉണ്ട്. അതെ, ഇത് ടിഷ്യൂവും സിൽക്ക് ബേസിലും ഒക്കെ വരുന്നതായിട്ടുള്ള ഒരു ബ്രൊക്കി ടച്ചിലൊക്കെ തോന്നിക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സാരീസ് ആണ് കേട്ടോ. അത് ഈ പറഞ്ഞതുപോലെ കോൺട്രാസ്റ്റിലും ഉണ്ട്, സെൽഫിലും ഉണ്ട്. ഒരു 1500-2000 രൂപയ്ക്കകത്ത് നിങ്ങളൊരു പാർട്ടി വെയർ സാരിയൊക്കെ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും മസ്റ്റ് ബൈ ആയിരിക്കും. അത്യാവശ്യം നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെൻഡിങ് സാരീസ് ആണ്. നല്ല അടിപൊളി കേട്ടോ. ഒരു വെഡിങ്ങിന് തന്നെയല്ല, ഏതൊരു ഫംഗ്ഷന് യൂസ് ചെയ്യാൻ. വെഡിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലിലേക്കായി. ഇപ്പൊ ഇത് പ്ലെയിനിലാണെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് വേണമെന്ന് ചോദിച്ചു. ഇതിപ്പോ ഒരു ഗോൾഡ്, നമുക്ക് ഒരു യെല്ലോ ഗ്രീൻ പേസ്റ്റ്, ആ ഒരു ഷെയ്ഡ് എന്ന് വെച്ചാൽ ഒരു ഫാമിലിയിൽ പെട്ട കളേഴ്സ് ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അതിലും പിന്നെ പേസ്റ്റലിനൊപ്പം കോൺട്രാസ്റ്റ് ഡാർക്ക് കളേഴ്സ് വരുന്നതും നമുക്കുണ്ട്. ഈ ഒരു ബേസിൽ വരുന്ന ഇഷ്ടം പോലെ കളക്ഷൻസ് നമുക്കുണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയാ ടിഷ്യൂ ബേസിൽ വരുന്നത്. ഇതിലിപ്പോ സിൽവർ ആണല്ലേ ഇതില് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലെന്താ സംഭവം വരുന്നത്? ഇതില് ഗോൾഡ്, ഇതില് സിൽവർ കേട്ടോ. അപ്പൊ എനിക്ക് കോമ്പിനേഷൻ ഒക്കെ ഇഷ്ടമായി. ഓരോന്ന് ഹാൻഡ് പിക്ക് ഐറ്റം ആണെന്ന് പറയുമ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല. ഇനിയിപ്പോ ഇതിന്റെ തന്നെ കോൺട്രാസ്റ്റ് നോക്കിയാലോ. അതെ, ഇപ്പൊ ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ, ഒരു മെറൂൺ കോമ്പിനേഷൻ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് സത്യം പറയാലോ മൊത്തത്തിൽ ഇഷ്ടമായി. ഇപ്പൊ ഒരു കൺഫ്യൂഷനാണ് ഏതാ എടുക്കേണ്ടത്. പക്ഷെ ഏതെടുത്താലും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഐറ്റംസ് ആണ് മൊത്തം ഇവിടെ ഇരിക്കുന്നത്. സാരീസ് മാത്രം കാണിച്ചിട്ടോ. എന്നാൽ ഈ ഒരു കരിഷ്മയില് നമുക്ക് എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഇവിടെ മെയിൻ ആയിട്ട്? ഞാൻ അന്ന് പറഞ്ഞില്ലേ വീഡിയോയിൽ, കർച്ചീഫ് മുതൽ കാഞ്ചീപുരം സാരി വരെ എന്ന് പറയുന്നത് പോലെ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പാണ്. എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. പക്ഷെ ഈ വീഡിയോയിൽ കുറച്ച് മെയിൻ ആയിട്ട് നിൽക്കുന്നത് സാരീസ് ആണെന്നേ ഉള്ളൂ. പിന്നെ ഹോൾസെയിൽ ആണെന്നുള്ളതും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. നമുക്ക് റീറ്റെയിൽ ഓൾറെഡി നമ്മൾ എത്ര വർഷങ്ങൾ ഞാൻ നിങ്ങൾ കണക്കൂട്ടുന്നില്ല. പക്ഷേ 25 വർഷം 25 അവിടെ നിന്ന് എടുത്ത് പറഞ്ഞു. 25 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഓൾറെഡി റീറ്റെയിലുണ്ട്. പക്ഷെ
ഇപ്പൊ ഹോൾസെയിലും കൂടി തുടങ്ങിയിട്ടുണ്ട്. അതൊരു സന്തോഷ വാർത്ത നിങ്ങൾക്ക്. ഞാനല്ലാണ്ട് പിന്നെ ആരാ അറിയിക്കുക. ഇങ്ങനെ കുറച്ച് സാരി കൂടി ഇങ്ങോട്ട് എടുത്തേ. ഇതിന്റെ തന്നെ വെറൈറ്റികൾ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ആ ഒരു കോൺട്രാസ്റ്റില് ഈ പറയുമ്പോ തന്നെ ഇങ്ങനെ ഒരു ഇനി 698 798 റേഞ്ചിൽ വരുന്നതായിട്ടുള്ള ഇതുപോലത്തെ ബ്രൊക്കേറ്റ് ടൈപ്പ് സാരീസ് ആണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ ഇപ്പൊ നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അല്ല റേറ്റ് എത്ര പറഞ്ഞ 698 798. അതതിന്റെ ഇടയിൽ കേൾക്കാൻ വിട്ടുപോയിട്ടാ. ഒരു 700 800 ഉള്ളിൽ തന്നെ വേണമെങ്കിൽ പിടിച്ചോട്ടെ. അപ്പൊ എപ്പോഴും ഈ ഒരു കളക്ഷൻ ഉണ്ടാവില്ല. ചിലവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ ലാസ്റ്റ് ടൈം വീഡിയോ ഇട്ടിട്ട് അത് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നത്. അതൊന്നും കിട്ടില്ല. കിട്ടുമ്പോ ഇപ്പൊ കിട്ടും, ഇപ്പൊ വന്ന ഇപ്പൊ മേടിച്ചു പോവാ. ആ ഒരു ലെവലിലാണ് കേട്ടോ. ഇതൊക്കെ അധികം റേറ്റ് ഒന്നുമില്ല. ജസ്റ്റ് 700 800 ഉള്ളിലുള്ള കളക്ഷൻസ് ആണ്. ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പൊ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ വീണ്ടും റേറ്റ് മാറും, വ്യത്യാസം വരും. ഇപ്പൊ നമ്മൾ റീറ്റെയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ റീറ്റെയിലില് റേറ്റ് ആണ് ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതന്നെ നോക്കി കഴിഞ്ഞാൽ ഒരേ ഒറ്റ കളറിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറെന്റ് പാറ്റേണിലാണ് കാണാൻ പറ്റുന്നത്. വീവിങ് ഒക്കെ കണ്ടാൽ നല്ല അടിപൊളി സംഭവങ്ങളാണ്. ഇനിയും ഒരുപാട് കളേഴ്സും കളക്ഷൻസും കാണിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അടുത്തേക്ക് പോവാം. ഇതെന്താ ജൂട്ടാ? അതെ, ജൂട്ടില് ഇത് കോൺട്രാസ്റ്റ് ആണല്ലോ വരുന്നത്. പിന്നെ ജൂട്ടിൽ കോൺട്രാസ്റ്റ് അല്ലേ ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. അതിന്റെ എന്തോരം കളേഴ്സ് ആണെന്ന് അറിയോ നമ്മുടെ കരിഷ്മ സിൽക്സിലുള്ള. കളേഴ്സ് കാണിക്കേ, ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ. അപ്പൊ കോൺട്രാസ്റ്റില് ഇത് ജൂട്ട് മെറ്റീരിയൽ ആണ്. ജൂട്ട് മെറ്റീരിയൽ പറയുമ്പോൾ എല്ലാവർക്കും ആവശ്യപ്പെടുന്നതാണ്. ടീച്ചേഴ്സ്, ഓഫീസ് ഗോയിങ്സ്, അങ്ങനെ നോർമൽ രീതിയിൽ നമുക്ക് ആവശ്യപ്പെടുന്ന ഒരു സംഭവം. പ്രീമിയം സ്റ്റാൻഡേർഡ് ലുക്ക് ഒക്കെ ഫീൽ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഒരു മാം പറഞ്ഞതുപോലെ ഒരു സമ്മേളനത്തിന് പോകാൻ വേണ്ടിയിട്ട് ആ മാം സെലക്ട് ചെയ്തത് ഈ ഒരു സെമി ജൂട്ട് ഫാബ്രിക് ആയിരുന്നു കേട്ടോ. അതാകുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ഫീലിൽ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ടൈപ്പിൽ സാരീസ് ഒക്കെ നോക്കി നടക്കുന്നവർക്ക് ഈ ഒരു സെമി ജൂട്ട് സാരീസ് അടിപൊളിയായിരിക്കും. അത് പ്ലെയിനില് കോൺട്രാസ്റ്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലേ? പ്ലെയിനിൽ കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് നോക്കാം. ഇത്രയും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ജൂട്ടിൽ തന്നെ ഒക്കെ കസവ് വരുന്നുണ്ടല്ലേ ബോർഡറില്. ഇതില് നീംസറി വരുന്നതുണ്ട്, ഗോൾഡൻ കസവ് വരുന്നതുണ്ട്. ഇവിടെയുണ്ട് പിങ്ക്, അതുപോലെ തന്നെ യെല്ലോ. ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ കോൺട്രാസ്റ്റ് വരുന്നത്. നമുക്ക് സിംഗിൾ അങ്ങനെ വരുന്നില്ല. ഇല്ല, കൂടുതൽ ഈ ഒരു കളക്ഷൻ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഇതൊക്കെ കോൺട്രാസ്റ്റില് ഞാൻ ഇങ്ങനെ എടുക്കാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഏത് വേണം, ഏത് കളർ കോമ്പിനേഷൻ വേണം, അതാണ് കൺഫ്യൂഷൻ. നോക്കിയേ, ഇതിലുണ്ട്. അല്ല ഇപ്പൊ ഇത് പ്ലെയിൻ മാത്രം വരുന്നുള്ളൂ. ഇതില് വർക്കുകൾ അങ്ങനെ പിന്നെ ഉണ്ടല്ലോ. അതാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സെമി ജൂഡിൽ തന്നെ കണ്ടോ ബുട്ടാസ് വരുന്നതാണ്. ബോഡി കംപ്ലീറ്റ് സിൽവർ സെറിയാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബോഡിയിലോട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പിന്നെ ഇതിന്റെ വിത്ത് ബ്ലൗസ് ആണ്. ബ്ലൗസിൽ ഉൾപ്പെടെ ഈ ഒരു ബുട്ടാസ് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. അപ്പൊ ഈ ബൂട്ടാസ് വേണമെങ്കിൽ ബൂട്ടാസിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പ്ലെയിനിൽ വേണമെങ്കിൽ അതും വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ കളർ കോമ്പിനേഷൻ ഒന്നും ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഈ ഒരു സൈഡിൽ ഈ ഒരു കോഫി വരുമ്പോ ആ ഒരു ഗ്രീൻ അല്ലേ, നല്ല എന്താ പറയാ കളർ, എന്താ പറയാ ഒരു ആർട്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഈ ഒരു സംഭവം. ഇനി ഇതൊന്നും അല്ല മക്കളെ, കളർ വേണ്ട, നമുക്ക് വൈറ്റ് മാത്രം മതി എന്ന് വെച്ചാൽ അതില് കോൺട്രാസ്റ്റ്. ഇതിന്റെ ലുക്ക് നോക്ക്, ഇതാ വൈറ്റ്, അതിൻ്റെ ആ ഒരു മുന്താണിയിൽ ഇതും കോൺട്രാസ്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിൽ വൈറ്റ് ബേസിൽ നമുക്ക് എത്രയൊക്കെ കളേഴ്സ് വരുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രീൻ, റെഡ്, മെറൂൺ, വൈൻ, ബ്ലൂ, അങ്ങനെ കളർ കോമ്പിനേഷൻ ഇഷ്ടം പോലെ. അതിലും മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം മുന്താണിയുടെ സൈഡിൽ ടെസൽസ് ഉണ്ട് അല്ലേ. ഇതിൽ ബ്ലൗസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഇതിൽ ബ്ലൗസ് ഇതാ ഇങ്ങനെയാണ് വരിക. കോൺട്രാസ്റ്റ് ആയിട്ട് വിത്ത് ബോർഡറിലാണ് ബ്ലൗസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരിക, നോർമൽ. ഞാൻ പറയില്ല, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് നമ്മുടെ ഡെയിലി ബേസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജൂട്ട് മെറ്റീരിയൽ വരുന്ന കളക്ഷൻസ്. ഇതൊക്കെ ജസ്റ്റ് സാമ്പിൾ എന്ന് പറയാം. ഇനിയും കളക്ഷൻസ് കാണിക്കാൻ ഇതൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് സെമി ജൂട്ടാണ് കേട്ടോ, പ്യുവർ ജൂട്ടല്ല. പ്യുവർ ജൂട്ടിൽ എന്തായാലും നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടില്ല. അപ്പൊ പ്യുവർ വേണമെങ്കിൽ അതിന് റേറ്റ് മാറും. അപ്പൊ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ ജൂട്ട് തന്നെ പറയണം, അതാണ് ഓക്കെ. അപ്പൊ അടുത്തേക്ക് പോവാം നമുക്ക്. പിന്നെ തീർച്ചയായിട്ടും ഞാനിവിടെ ഒരു സൈഡിൽ ഇരിപ്പായിട്ട് അത്രമാത്രം സാരി കാണാനും ഉണ്ട് കാണിക്കാനും ഉണ്ട്. ഇപ്പൊ ഇതന്നെ നോക്കിയേ, ഒക്കെ ഡിഫറെന്റ് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഓർഗൻസ. അതും വെറും ഓർഗൻസ് അല്ല, ടർക്കിഷ് ഓർഗൻസയിൽ ഫുൾ വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ ഫുൾ വർക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ വർക്ക് ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണ്. പക്ഷേ ഇതിനേക്കാളും റേറ്റ് കുറവുള്ള സംഭവം, ഇതിന്റെ റേറ്റ് ഞാൻ പറയാം, പക്ഷെ ഇതിനേക്കാളും റേറ്റ് കുറവുള്ള സംഭവം ഒന്ന് ക്യാമറ ഇവിടെ തിരിച്ചേ. നമ്മുടെ സുന്ദരികളെ നിൽക്കണ കണ്ടാ നിപ്പ് ഫുൾ വർക്കോട് കൂടി, അതും കട്ട് വർക്ക്, അതും നല്ല നല്ല ക്രഷ് ഓർഗൻസ. നേരത്തെ പറഞ്ഞത് നമ്മൾ ടർക്കിഷ് ഓർഗൻസ, ഇതാകുമ്പോ
ക്രഷ് ഓർഗൻസ. ഇതിന്റെ റേറ്റ് വരുമ്പോ അതിന്റെ പകുതിയുള്ളൂ, പകുതി റേഞ്ചേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ വെയർ ചെയ്തിരിക്കുന്നത് ഇത്രയും കട്ട് വർക്കും ഇത്രയും ത്രെഡ് വർക്ക് വന്നിട്ടും, അതും ബ്ലൗസിൽ ഉൾപ്പെടെ കട്ട് വർക്ക് ആൻഡ് ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയുടെ റേറ്റ് ഒരു 2500 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ. 2600, 700, 800 ആ ഒരു റേഞ്ചിൽ മാത്രം വരുന്ന സാരീസ് ആണ് കേട്ടോ. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആൻഡ് ഡിഫറെന്റ് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അത് വർക്കിൽ ചെറുത് വർക്ക് വരുന്നതുകൊണ്ട് വലിയ വർക്ക് വരുന്നതുകൊണ്ട്. ഇപ്പൊ മാം ഇതിന്റെ ബ്ലൗസിന്റെ കൂടെ പറയുകയാണെങ്കിൽ ബ്ലൗസിലും ഇതേപോലെ തന്നെ വർക്ക് ഫുൾ വരുന്നുണ്ട് കേട്ടോ. അതില് വർക്കായിട്ട് സ്ലീവ് ആ മോഡലില് അല്ലേ, ആ മോഡലില് അതിന്റെ വർക്ക് നോക്കിയാൽ ബ്ലൗസിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതാ ബാക്ക് സൈഡ്, ഇതാ ബ്ലൗസിന്റെ ആ ഒരു ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ സ്ലീവിലായാലും വർക്ക് വരുന്നുണ്ട് നമുക്ക് ആ ഒരു പോർഷനിൽ കേട്ടോ. അപ്പൊ ഈ ഒരു ബ്ലൗസിലും വർക്ക് വരുന്നുണ്ട്. ഇനി ഈ നമുക്ക് ഇതിന്റെ റേറ്റും കൂടി അറിയണ്ട് എത്രയായിരിക്കും എന്നുള്ളത്. ഇത് പുറത്ത് 10ന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന കളക്ഷൻസ് ഇവിടെ ഒരു 5000 റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. അതും ഇത്രയും ആപ്ലിക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആപ്ലിക് വർക്കിനൊക്കെ എന്തായാലും ഭയങ്കര ഹൈ റേഞ്ച് ആണ് പുറത്തുള്ള മറ്റു ഷോപ്പിലൊക്കെ വരുന്നത്. പിന്നെ ഇതിലൊക്കെ ക്രോസ് സ്റ്റിച്ച് ആണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നോർമൽ എംബ്രോയിഡറി വർക്ക് അല്ല, ക്രോസ് സ്റ്റിച്ച് വർക്ക് വരുന്നുണ്ട് കണ്ടോ. അപ്പൊ അതുപോലെ ക്രഷ് ഓർഗൻസി ആണ്. അപ്പൊ ഓരോരോ മെറ്റീരിയലിനും ഞാൻ ഡിഫറൻസ് പറയാനുള്ളത്. ഇപ്പൊ ഈ ഒരു മെറ്റീരിയലിലായാലും ഫുൾ ആപ്ലിക് വർക്കിലായാലും അപ്പൊ ഇത് നമുക്ക് 5000ന്റെ താഴെ വരുന്ന റേഞ്ച് പുറത്ത് നമുക്ക് ഒരു ബുട്ടിക്കിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും 10 കൊടുക്കണം. ആ സ്ഥാനത്ത് നമുക്ക് ഇവിടെ ഒരു പകുതി വില കൊടുത്താൽ മതി അല്ലേ? അതെ. എന്താ വിചാരിച്ചത്, ഇത് ഓഫർ പ്രൈസ് ഒന്നും അല്ല കേട്ടോ. ഇത് ഇവർ കൊടുക്കുന്ന റേറ്റ് ഇങ്ങനെ തന്നെയാണ്, അത് എപ്പോഴും ഉള്ളതാണ്. 365 ദിവസവും ഇത് തന്നെയാണ് പ്രൈസ്. അത് അല്ലാണ്ട് ഓഫർ ആയിട്ടല്ല, നമുക്ക് കൊടുക്കാൻ സാധിക്കും, അതാണ്. ഇനി ഇതിനെ കുറിച്ച് ഇതൊക്കെ സെയിം ആ ഒരു ഇതിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇത് ഈ വർക്കാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നോർമൽ എംബ്രോയിഡറി വർക്ക് അല്ല ഇത് വരുന്നത്, ക്രോസും അതുപോലെ തന്നെ കട്ട് വർക്കാണ് കേട്ടോ. കട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ആ വർക്ക് ഫിനിഷിങ് ഇതിനൊക്കെ ഡിമാൻഡ് ഇത്തിരി കൂടുതലാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരുപാട് മോഡൽസ് ഉണ്ടാവില്ല അല്ലേ? ഇവിടെ തന്നെ കുറച്ച് പീസസ് ഇട്ടിട്ടുണ്ട്. അതാ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഇത് മെയിൻ ആയിട്ടും വരുന്നത്. എന്നാൽ ഡാർക്ക് ഷെയ്ഡ്സും ഉണ്ട്. ഇനി കട്ട് വർക്ക് വേണ്ട എന്നുള്ളവർക്ക് അതും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു പാർട്ടി വെയർ ബേസിസിൽ അല്ലെങ്കിൽ ഒരു ഫാൻസി ടൈപ്പിൽ സാരീസ് ഒക്കെ ചൂസ് ചെയ്യുന്ന കൂടുതലും ഈ ഒരു ക്രഷ് ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ. അപ്പൊ ഈ മെറ്റീരിയലിൽ തന്നെ നന്നായിട്ട് മൂവ് എന്ന് വെച്ചാൽ ഒരു ഫാൻസി രീതിയിലാണ് ഇപ്പൊ നമ്മൾ കാണിച്ചിരിക്കുന്നത്. എവിടെ നിന്നാ തുടങ്ങി നമ്മൾ എവിടെ എത്തി അല്ലേ? കാഞ്ചീപുരത്തിലാണ് തുടങ്ങി. കാഞ്ചീപുരത്ത് തുടങ്ങി. നമുക്ക് എന്താ പറയാ യൂണിഫോം ഉണ്ട്. ഇതെന്താ സംഭവം നോക്കട്ടെ. ഇതും നന്നായിട്ടുണ്ടല്ലോ അല്ലേ? ഇത് നമ്മൾ മുകളിൽ കണ്ടുട്ടോ ബൾക്കായിട്ട് ഒരുപാട് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് സെയിം കളർ ഡിഫറെൻറ്റ് കളർ സെയിം കളറിൽ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. ഇപ്പോൾ ഇതിൽ വരുമ്പോൾ കട്ട്, ഇതിൽ വരുമ്പോൾ കട്ട് വർക്ക്, അത്ര വ്യത്യാസമുള്ളൂ. പക്ഷെ കാണുമ്പോൾ ഏകദേശം കളറൊക്കെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഒരുപോലെ അല്ലേ? അപ്പോൾ ചേട്ടത്തിക്ക് അനിയത്തിക്ക് ഒരുപോലെ കൊണ്ടുപോകാം. അതെ, നിങ്ങളിപ്പോൾ ഒരു ബാപ്റ്റിസം ഫംഗ്ഷൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു ചർച്ച് വെയർ പ്രോഗ്രാംസ് ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും ഒരു പ്രീമിയം കാറ്റലോഗിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പെണ്ണിന് ഈ ഒരു ഫംഗ്ഷനും വേണ്ട, ഒരു കല്യാണം വേണ്ട, ഒന്നും വേണ്ട, സാരി കൊടുക്കണം തോന്നി അപ്പം വന്നിങ്ങട് എവിടേക്ക് കരിഷ്മ സിൽക്സ്. അതാണ് എനിക്ക് ഇത് മതി, ഈ മഞ്ഞ മതി, ഇത് മതി, ഇതാ നല്ലത്. അത് വേണ്ട ഇതെടുത്തോ. അല്ല എനിക്ക് മഞ്ഞ കണ്ട ഞാൻ വിടൂല. അതാണ്. ഇതിന്റെ റേറ്റ് എത്ര വരും? ഇതൊരു 700 റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. 1000ന്റെ താഴെ. നമ്മളിപ്പോ എത്ര നേരം കാണിച്ചാൽ കുറച്ച് കൂടിയ റേഞ്ച് ആയാലും റേറ്റ് കുറവിലുള്ളതുണ്ട്. ഇനി ഒരു സീക്രറ്റ് കൂടി പറഞ്ഞു, ഒന്ന് ക്യാമറ തിരിച്ച് തിരക്കും കൂടി കാണിച്ചില്ല. ഞങ്ങൾ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ടാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ കല്യാണ പാർട്ടി ആയാലും സാധാരണക്കാർക്കായാലും ഇവിടെ തിരക്കൊണ്ട് തിരക്കാണ്, എപ്പോഴും ഈ ഒരു തിരക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മളൊരു സൈഡിൽ നിന്നിട്ടാണ് ഈ ഒരു ഷൂട്ട് ചെയ്യുന്നത്. ഇനി ചേച്ചിമാര് ഇവിടെ നോക്കിയാൽ, ചേച്ചിമാരെ ഒരു റിവ്യൂ പറയാൻ പറ്റുമോ? നിങ്ങൾ സ്ഥിരം വരുന്ന ആൾക്കാരാണോ? ഒന്ന് തിരിച്ചോ, ഒരു ക്യാമറയിൽ ഒരു ഹായ് എങ്കിലും പറഞ്ഞോട്ടോ. എനിക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒരു ഹായ്, ജസ്റ്റ് ഒരു ഹായ്, ഒരു ഹായ് പറയണോ? അത്രേ ഉള്ളു. അതാണ് നമ്മളൊക്കെ പെണ്ണുങ്ങളൊരു പവർ വരച്ചവിടെ. ഒരു ഹായ് എല്ലാരും കൂടിയിട്ട് എവിടെ പോരാ പോരാ പോരാ. അതൊക്കെ നമ്മളിനി ബെറ്റർ. ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് പറയാം നമുക്ക്. എങ്ങനെയാ ഇത് നമുക്ക് അതേപോലെ പാർട്ടി വെയർ റേഞ്ചിൽ വരുന്നതായിട്ടുള്ള ഒരു ബ്രൊക്കേ ടൈപ്പ് സാരി, അതും ഒരു 700 റേഞ്ചിൽ. ഇനി അതല്ല 500 റേഞ്ചിൽ വേണമെങ്കിൽ അതും നമുക്കുണ്ട്. ഇതാണോ 700ന്റെ പറയണത്? ഇത് 700. ഇത് 700 കേട്ടോ. 700ന്റെ സാരി കേട്ടോ. അതിനും ഉണ്ട് ഇത്രയും വർക്കും ഇത്രയും തിളക്കാം. പിന്നെ ഇതൊക്കെ തന്നെയാ. അതെ, അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല്ലു കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസും ബ്രൊക്കേ ടൈപ്പ് ആണ് വരുന്നത്. ഓ അടിപൊളി. അപ്പൊ ഈ ബ്ലൗസിന്റെ പോർഷൻ എന്ന് പറയുമ്പോ ഈ കാണുന്നതാ കേട്ടോ. ബ്ലൗസ് വരുമ്പോൾ ഫുൾ വർക്കോട് കൂടിയിട്ട് വരുന്നത്. വെറും 700 രൂപയ്ക്ക് കേട്ടോ. അപ്പൊ എന്നാ 700 അല്ല റേഞ്ച് വരും. 800ന്റെ ഉള്ളിൽ പിടിച്ചോ. ഇനി ഒരു 500ന്റെ റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എവിടെയാ അത് വരുന്നത്? ഈ ഒരു സാരീസ് ആണ്.
അപ്പൊ ഇത് കേട്ടാ 500 ആ ഒരു റേഞ്ചിലാണ് വരുന്നുള്ളൂ കേട്ടോ. 500 എന്ന് പറഞ്ഞാൽ അതിലും പിങ്ക് സെറിയിൽ ഫുൾ ഇങ്ങനെ വർക്കോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിലും വിത്ത് ബ്ലൗസ് ഒക്കെ ഇല്ലേ ഇതില്? പിന്നെ വിത്ത് ബ്ലൗസ് ആണ് സാരി വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരെണ്ണം നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ? എന്തായാലും അത് ഓപ്പൺ ചെയ്തോ. ഇതിലും കളേഴ്സ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. വരാൻ നോക്കാം. വീഡിയോ ഇട്ടാൽ 2 ദിവസത്തിനുള്ളിലേക്ക് തീരും. വേഗം വന്നാൽ വേഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടാം. 569 അല്ലേ? ഓക്കെ. ഇതാണ് പല്ലു വരുന്നത്. അപ്പൊ ഈ ബ്ലൗസ് വരുന്നത് ഇങ്ങനെ. അപ്പൊ റേറ്റ് ഒന്നുകൂടി നമുക്ക് പറയാം. എത്രയാന്ന് വരുന്നത്? 569 ഉള്ളി. യെസ്, കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതാണ്. അപ്പൊ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ 190 അത് തൊട്ട് 198 രൂപ തൊട്ട് നമുക്ക് സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ കളേഴ്സ് ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ടുള്ള ഇനിയും സാരീസിന്റെ കളക്ഷൻ കാണണമെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാ പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കയറി നോക്കുകയാണെങ്കിൽ ഡെയിലി അപ്ഡേഷൻ ഉണ്ട്. ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി അല്ലേ? തീർച്ചയായിട്ടും. ആരായിരിക്കും കൂടുതൽ? ഇങ്ങോരാ അത് ഞാനുണ്ട്, പിന്നെ സാറുണ്ട്. അങ്ങനെ മാറി മാറി ഓരോരുത്തരുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ മതി. ഇത് പണ്ടേ തൊട്ട് നമ്മൾ ആ സിൽക്ക് സാരി നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് ട്രെൻഡിൽ നിൽക്കുന്ന ഒരു പണ്ടേ തൊട്ടുള്ളതാ അല്ലേ? ഇത് അതെ അതെ. ഇത് ഓപ്പൺ ചെയ്യാല്ലേ? സാറ്റിൻ ഒരു കാര്യം സത്യം പറയട്ടെ, എന്റെ എന്താ പറയാ മന്ത്രോടി സമ്മത സാരി സെയിം ഈ സാരി തന്നെയാണ്. പക്ഷെ അന്നത്തെ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ റേറ്റും വ്യത്യാസമുണ്ട്. മെറ്റീരിയൽ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഇതാ സിൽക്കില് കേട്ടോ. അതെ, ഇനി ഉടുത്താ ഇങ്ങനെ ഒഴുകി വീഴുന്ന ടൈപ്പില്ലേ, ആ ഒരു ടൈപ്പ്. ഞാൻ അന്ന് മേടിച്ച റേറ്റ് എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്, ഇന്നത്തെ റേറ്റ് വ്യത്യാസമുണ്ട്. എനിക്ക് റേറ്റ് ശരിക്കും ഒന്ന് പറഞ്ഞേ. 1398 രൂപ മാത്രം. ഞാൻ അന്ന് മേടിച്ച റേറ്റ് ഇന്ന് തമ്മിൽ മാറ്റം. പക്ഷെ മെറ്റീരിയൽ ഒക്കെ ഏകദേശം ഒക്കെ സെയിം തന്നെ കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് ഞാനും പ്യുവർ അല്ലാന്ന് മേടിച്ചത്, സിൽക്കിന്റെ കോപ്പി തന്നെ മേടിച്ചത്. ഇത് 1398 ആണ് മാം ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ കൂടാതെ 1498 എന്ന റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. 100 രൂപ ഡിഫറൻസ് വരുന്ന ടൈപ്പ്. 100 രൂപ അത് വലിയ കാര്യമാക്കണ്ടാണ്. സാറ്റിൻ ഫാബ്രിക്കിലാണ്. എനിക്ക് ഇഷ്ടമായിട്ടോ. എനിക്ക് എന്താ പറയാ മൊത്തത്തില് കളർ കോമ്പിനേഷനും ഇഷ്ടമായി. ഇപ്പൊ ഉടുത്ത ഒരു നാളെ കല്യാണം ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ തന്നെ ഓടും. ബ്ലൗസും കൂടി തയ്ക്കാൻ നിൽക്കില്ല, കാരണം ഇവിടെ റെഡിമെയ്ഡ് ബ്ലൗസും ഉണ്ട് അല്ലെ? ഇപ്പൊ ഇതിന്റെ ബ്ലൗസ് നോക്കാം നമുക്ക്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതില് ഫുൾ വർക്ക് ഉണ്ടല്ലോ. അത് കൂടാതെ ബുട്ടാസും എംബോസ് വർക്കും വരുന്നുണ്ട്. സ്ലീവില് നമുക്ക് ഇത്രയും പോർഷനിൽ ബോർഡർ കൊടുക്കാനുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. ഇനി ഇതൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഒരു കല്യാണത്തിന് നാളെ പോവാണെങ്കിൽ റെഡിമെയ്ഡ് ബ്ലൗസസ് ഉണ്ട്. ഇപ്പൊ എന്റെ അളവിലല്ല, ഞാൻ ഇപ്പൊ ഇത് ലൈക്ര മീൻസ് ഇത് വീസ്റ്റാറിന്റെ അല്ലേ? വീസ്റ്റാറിന്റെ റെഡിമെയ്ഡ് ബ്ലൗസ് തന്നെയല്ല, നമുക്ക് നോർമൽ സാധാരണ സ്റ്റിച്ച് ആയിട്ടുള്ളതും ഉണ്ട്, പാഡഡും ഉണ്ട്. അങ്ങനത്തെ ബ്ലൗസിന്റെയും റെഡിമെയ്ഡ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോയി. ഇവിടെ ഒരുപാട് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഇങ്ങനെ കിടക്കല്ലേ. ഇനി നമുക്ക് കുറച്ച് സെമി സിൽക്ക് ആ ഒരു കാറ്റലോഗിൽ വരുന്ന കുറച്ച് ട്രഡീഷണൽ ടച്ചിൽ വരുന്ന കുറച്ച് സാരീസ് നോക്കാം. ഓക്കെ, ഇതിന്റെ ബോർഡർ ഒക്കെ നോക്കിക്കേ. കല്യാണി കോട്ടൺ അല്ല, ഇത് സിൽക്കില് വരുന്നത്. പല്ലക്ക് ഡിസൈനിന്റെ ബോർഡർ ആണ് കേട്ടോ. പല്ലക്ക് വീവിങ്ങിലാണ് ഇത് വരുന്നത്. ഇത് കൂടുതൽ നോർത്തിലാണ് കൂടുതൽ മൂവിങ്. പക്ഷെ എന്നാൽ നമ്മുടെ നാട്ടിലും ഇപ്പൊ നല്ല ട്രെൻഡായി വരുന്നുണ്ട് കേട്ടോ. ഇത് സിൽക്ക് തന്നെ അല്ല, നമ്മുടെ ബഡ്ജറ്റ് സെമി സിൽക്ക് ബഡ്ജറ്റ് ഫ്രണ്ടില്. വില പിന്നെ എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഒതുങ്ങുന്ന രീതിയിലായിരിക്കും കിട്ടുക. എന്തായാലും റേറ്റ് പറഞ്ഞോ, നമുക്ക് ബാക്കിയുള്ളവർക്ക് അറിയണ്ട റേറ്റ് കാര്യങ്ങൾ എത്ര വരും, എന്ത് വരുന്നു. 1598 രൂപ മാത്രം. അത്രയേ ഉള്ളൂ കേട്ടോ. അയ്യോ എന്താ രസം. അതും ഇത്രയും വർക്കോട് കൂടിയിട്ടൊക്കെ ഉണ്ട്. നിസ്സാരമല്ല, ഫുൾ വർക്കോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. ഇഷ്ടമായി, മൊത്തത്തിൽ ഇഷ്ടമായി. ഏത് കളറാണോ ഇനി നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്. ഇത് വേണോ അത് വേണോ അത് വേണം. പക്ഷെ തീരുമാനിച്ച് വരുമ്പോഴേക്കും നേരം വൈകരുത്. വരുമ്പോൾ കുറച്ച് നേരത്തോടെ വരാം. കാരണം ഞാൻ പറഞ്ഞു, ഇത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം സമയമില്ല. പെട്ടെന്ന് ഇട്ട് പോകുമ്പോൾ പെട്ടെന്ന് പോണ സംഭവമാണ്. ഇതെ സെയിം പ്രൈസിൽ അല്ലേ? സെയിം പ്രൈസിൽ തന്നെ നെക്സ്റ്റ് ഡിസൈൻ. ഇതൊക്കെ നോക്കിയേ, ഈ ഒരു വർക്ക് കണ്ടോ, ഒരു റെയിൻബോ സ്റ്റൈലിലാണ്. എന്താ മൾട്ടി ഷെയ്ഡാ? അതെ, ഈ വർക്കാണ് കേട്ടോ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. ഒരു മൾട്ടി ഷെയ്ഡ്. അതെ അവിടെ നിവർത്തുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ആ ഓറഞ്ചിൽ തന്നെ കണ്ടോ, ഒന്ന് എടുത്ത് കാണിച്ചേ.
നന്നായിട്ടുണ്ട്. അതിലൊരു കോൺട്രാസ്റ്റ് കൂടി വന്നപ്പോഴേ കളർ. ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ സാധനം ഈ ഒരു കളർ എന്ന് പറയുമ്പോ ഭയങ്കര ട്രെൻഡാണ്. ഇത് തന്നെയല്ലേ ഇപ്പൊ ഈ കളറും പിന്നെ റെസ്റ്റോറൻറ്റ് വിത്ത് ബ്രൗൺ ബ്രൗൺ മെറൂൺ ആണ്. മറൂണോ 1598 ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സംഭവം പൊളിച്ചു. ഇതാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസിന്റെ പോർഷൻ വരുന്നത് കേട്ടോ. ഇനി ഒരു 800 റേഞ്ചിൽ ഒരു ഡിസൈനർ സാരി പോലെ ലുക്ക് വരുന്നതായിട്ടുള്ള ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. അതിന്റെ ഡാർക്ക് കളേഴ്സ് മാത്രമല്ല പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട്. ഇതൊന്നല്ല എനിക്ക് പറയാനുള്ളത്. ഇതിലിപ്പോൾ റേറ്റ് ഇത്ര നിസ്സാരം എന്ന് പറയും, പക്ഷേ കസവ് അലർജി ഉള്ളവർക്ക് ഈ ഒരു ത്രെഡ് വർക്കിലാണ് ഈ ഒരു ഫുൾ സാരി വരുന്നത്. ത്രെഡിൻ്റെ വീവിങ് ആണ് കേട്ടോ ഈ ഫുൾ വരുന്നത്. അപ്പോൾ കസവ് വേണ്ട, തിളക്കം വേണ്ട, സെറി വേണ്ട, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫുൾ വൈറ്റിൽ അതിൽ പേസ്റ്റലും ഡാർക്ക് 2 ഷെയ്ഡ്സിലും നല്ല പ്രിറ്റി മീൻസ് സോഫ്റ്റും കൂടിയാണ്. മെറ്റീരിയലിനും ഒരു കോംപ്രമൈസ് ഇല്ല, ഫാബ്രിക്കിനും ഒരു കോംപ്രമൈസ് ഇല്ല. റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നിസ്സാര റേറ്റിനും അല്ലെ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതിന്റെ പല്ലിന്റെ പോർഷൻ സൈഡിലും ബോർഡർ ഉണ്ട് കേട്ടോ. അത് കൂടാതെ ഇനി ഇതിന്റെ ബ്ലൗസ് ഒക്കെ വരുന്നുണ്ട്. ബ്ലൗസ് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ തയ്ച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ അത് സൈഡ് കുത്തിയല്ലേ. വൈറ്റ് ഹക്കോബ ഫാബ്രിക്കിലൊക്കെ നിങ്ങൾക്ക് ബ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തില്ല അതൊക്കെ അല്ല. ടിപ്പ് വരെ ഇവിടുന്ന് പറഞ്ഞു ഇനി എന്ത് വേണം. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ഇടാളെ എന്താ പറയാ, പാവാട, അണ്ടർ സ്കേർട്ട് ഒക്കെ ഇവിടെ കിട്ടും. ടിപ്പും പറയും. പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ബ്ലൗസും ഉണ്ട്, പിന്നെ എന്താ ഷേപ്പ് വെയർ ഉണ്ട്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ എന്താ നമുക്ക് ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ വെയർ ചെയ്തിരിക്കുന്ന കുറിച്ച് മൽച്ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന ഒരു പ്രീമിയം സെറ്റ് ആണ്. അത് തൊടുമ്പോ തന്നെ കിട്ടും ഒരു ഇല്ലേ പ്രീമിയം. ഒരു പ്രീമിയം കളക്ഷൻ തന്നെയല്ല കേട്ടോ. എനിക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ഹാൻഡ് വർക്കാണ് പറയാനുള്ളത്. കാന്ത വർക്ക്, ആ ഒരു വർക്കിലാണ് ഈ ഒരു പ്രിറ്റി ഹാൻഡ് വർക്ക് കൈകൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ടൈം എടുത്തിട്ടാണ് ആ ഒരു കയ്യിൽ വരുന്ന വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടല്ലേ. പിന്നെ ഇതുപോലെ ഒരുപാട് കളക്ഷൻസ്, അതിപ്പോ കോട്ട് സെറ്റ് ആയിക്കോട്ടെ, ചുരിദാർ ആയിക്കോട്ടെ, എന്ത് അങ്ങനെ പറയണ നമുക്ക് പോയി കാണിക്കാം. പോവാ. ഇവരിട്ടിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഈ ഒരു സംഭവം എന്താ? ഇതൊക്കെ ഇത് ബ്രാൻഡഡ് ആണ്. സോള എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെയാണ്. ഡിഫറെന്റ് ബ്രാൻഡ്സ് ഓൾസോ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ആഫിൽ ആയിക്കോട്ടെ, സോള ആയിക്കോട്ടെ, ദിയ ആയിക്കോട്ടെ, അതല്ല യാഷിക ആയിക്കോട്ടെ, ഓപ്പൽ ഗ്ലാം ആയിക്കോട്ടെ, ഏതൊക്കെ ബ്രാൻഡ്സ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. മാക്സിമം ബ്രാൻഡ് മാത്രം നോക്കാതെ വാല്യൂ ഫോർ മണിയുള്ള ഐറ്റംസ് മാക്സിമം, അതായത് കസ്റ്റമർക്ക് എപ്പോഴും നല്ല ഐറ്റംസ് കൊടുക്കുക വളരെ ന്യായമായ വിലയിൽ. അങ്ങനെയുള്ള ബ്രാൻഡാണ് യാഷിക, ദിയ, സോള. പിന്നെ കുറേ ബോംബെ ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. മാക്സിമം ബോംബെ ഐറ്റംസ് ആണ് നമ്മളുടെ ചുരിദാറുകൾ വരുന്നത് കേട്ടോ. നമ്മള് ശരിക്കും പറഞ്ഞ ഷോപ്പിന്റെ ലുക്ക് ഒന്നും കാണിച്ചിട്ടില്ലേ. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ കോട്ട് സെറ്റ് ഉണ്ട്, അതുപോലെ ഇന്നോവേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ചുരിദാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടൂണിക് ടോപ്സിൻ്റെ വെറൈറ്റീസ് ആയിക്കോട്ടെ, ഡെനീംസ് ആയിക്കോട്ടെ, ഫ്രോക്കുകൾ, കുഞ്ഞുടുപ്പുകളായിക്കോട്ടെ, പാർട്ടി വെയർ കളക്ഷൻസ് ആയിക്കോട്ടെ, ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ, ഫോർമൽ പാൻറ്, ഫോർമൽ ഷർട്ട്. അയ്യോ ഞാൻ മറന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഓഫീസ് വെയർ ആയാലും ഡെയിലി വെയർ ആയാലും ഫോർമൽസ്, കാഷ്വൽസ്, പിന്നെ പാർട്ടി വെയർ, ഫംഗ്ഷൻസ്, അങ്ങനെ A to Z എല്ലാ ഐറ്റംസ്. ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്. എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പ് എന്നും കൂടി വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പ് തന്നെയാണ്. ഇനി നമുക്ക് സാരീസിന്റെ ഒരുപാട് വെറൈറ്റീസ് കാണിച്ചു, പക്ഷെ അമ്മച്ചിമാരാണ് സ്ഥിരം നമ്മുടെ വീഡിയോസ് കാണുന്നത്. പിന്നെ അപ്പൊ അവരെയും കൂടെ നമ്മൾ നോക്കണ്ടേ. 398 രൂപ മുതൽ കോട്ടൺ സാരീസിന്റെ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അമ്മച്ചിമാര് ഹാപ്പി. അപ്പൊ നമുക്കൊന്ന് കയറ്റി അതെ കോട്ടൺ സാരികള്. പറയുമ്പോഴേക്ക് കോട്ടൺ സാരി ഇങ്ങനെ നിവർത്തി കാണിക്കണേ. എന്തൊക്കെയാ വെറൈറ്റീസ് ഒന്ന് കയറി കാണിച്ചെന്ന്. എന്തൊക്കെയാണ് കോട്ടണില് നമുക്ക് ഇതിപ്പോ കാണിക്കുന്നത്? കോട്ടന്റെ വെറൈറ്റീസ് രാജൻ ചേട്ടൻ ഈ പ്രാവശ്യം പറയും. നമുക്ക് രാജൻ ചേട്ടൻ പറഞ്ഞു കോട്ടണില് എന്തൊക്കെയാണ് പറയും. ഇത് പ്യുവർ കോട്ടണില് ഒരു സ്ട്രൈപ്സ് വരും, പല്ലു ഇത് വരും, അതിന്റെ ബ്ലൗസ് ഇൻസൈഡിൽ പ്ലെയിൻ ബ്ലൗസ്. കളേഴ്സ് ഉണ്ട്, എല്ലാം ഡ്രസ് ഉണ്ട്. ഇതിന്റെ വേറൊരു വെറൈറ്റി പറയൂ. ഇത് റിച്ച് പല്ലു, ബോഡിയിൽ ഇത് ഇങ്ങനെ ഒരു ബോർഡർ. അപ്പൊ ഇതിനൊക്കെ വിലയൊക്കെ ഏകദേശം നമുക്ക് 300 പറഞ്ഞത് ഏതാ? പറയണ മാത്രല്ല നമുക്ക് ഇതെല്ലാം 300. എത്ര പറഞ്ഞ 398 കോട്ടൺ സാരി വിത്ത് ബ്ലൗസോട് കൂടിയിട്ടുണ്ട്. അപ്പൊ കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതൊക്കെ അതിൽ വരുന്ന കളേഴ്സ് നല്ല പിങ്ക്, ആഷ്, ഇതൊക്കെ ബൂട്ടവർക്കിൽ വരുന്നത്. ഇതൊക്കെ ബൂട്ടവർക്കിൽ വരുന്ന വേറെ കോട്ടന്റെ ബൂട്ടവർക്കില്, ഇക്കത്തിന്റെ വർക്ക് ഒക്കെ വീവില് വരുന്നതാണ് കേട്ടോ. അപ്പൊ കോട്ടന്റെയും നല്ല കളക്ഷൻസ്. ഇതൊക്കെ മധുബനി ഡിസൈൻ.
വാർലി പ്രിന്റിൽ വരുന്നുണ്ട് കേട്ടോ. അതെ കണ്ടോ, വാർലി പ്രിന്റില് കോട്ടണില്. അപ്പൊ കോട്ടന്റെ തന്നെ നല്ല നല്ല കളക്ഷൻസും ഉണ്ട്. അപ്പൊ അത് നമ്മൾ കാണിക്കാൻ വിട്ടുപോയി. എന്തായാലും അമ്മച്ചിമാര് ഇപ്പൊ ഹാപ്പി ആണല്ലോ. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ലൊക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടൊന്ന് അവസാനിപ്പിക്കാം. അതെ, ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ എവിടെയാണ് നമുക്ക് കറക്റ്റ് എക്സാക്ട് വരുന്നത്? ആ ഒരു കോട്ടൺ കൂടി ഒന്ന് കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് രാജൻ ചേട്ടൻ അല്ലേ, രാജൻ ചേട്ടൻ്റെ വിഷമാവും. കണ്ടോ, ഈ ഒരു കോട്ടൺ കൂടി നമുക്ക് കാണിച്ചിട്ട് അവസാനിപ്പിക്കാം. കണ്ടോ, അപ്പം നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറയാം. നമുക്ക് എവിടെയാണ് വരുന്നത്? ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് MG റോഡിലെ MG റോഡ് മെട്രോ സ്റ്റേഷന് തൊട്ടിപ്പുറത്തായിട്ട്, അതായത് നമ്മുടെ ഷീമാട്ടിയുടെയും ചെന്നൈ സിൽക്സിൻ്റെയും ഒക്കെ തൊട്ടടുത്തായിട്ടുള്ള മെട്രോ സ്റ്റേഷന് തൊട്ടിപ്പുറത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ. ഈ സാരി എന്താ? ബനാറസ് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. രണ്ട് കാര്യം, ഇത് മാത്രമൊന്നുമല്ല, നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ചുരിദാർ മെറ്റീരിയലും കിട്ടും. സാരികൾ ഡെയിലി ഇവിടെ വരുന്നതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ കാണിച്ച ഐറ്റംസ് മാത്രമൊന്നുമല്ല, എന്ത് മോഡൽസ് പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്നത് നമ്മുടെ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ബനാറസിൽ തന്നെ ഉണ്ടോ ഇപ്പോഴത്തെ ഒരു സോഫ്റ്റ് ബനാറസിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സാരിയുടെ ഒരു കുറച്ച് ഐറ്റംസ് ആണ് ഒരു ദിവസം കാണിക്കുന്നത്, അടുത്ത ദിവസം ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ വരിക, മാക്സിമം ബോട്ടിക് ഓണേഴ്സും റീസെല്ലേഴ്സും ചെറിയ ചെറിയ കടക്കാരൊക്കെ വന്ന് വാങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. പിന്നെ നോർമൽ കസ്റ്റമർ, വെഡിങ് കസ്റ്റമറൊക്കെ വാങ്ങുക. സാരിയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര നിങ്ങൾക്ക് ബന്ധുക്കൊക്കെ കൊടുക്കാനൊക്കെ ഒരു 500-600 റേഞ്ച് മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ് സാരീസ്, സിൽക്ക് സാരീസ്, സെമി സിൽക്ക് സാരീസ് കേട്ടോ. അപ്പം എല്ലാവരും നമ്മുടെ കടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബാക്കിയൊക്കെ നമ്മുടെ മാം പറയും. ഇത് നമുക്ക് ഇവിടെ എറണാകുളത്ത് മാത്രമല്ലാണ്ട് പിന്നെ എവിടെയാണ് ഷോപ്പ് ഉള്ളത്? നമുക്ക് ഷോപ്പ് ഉള്ളത് എറണാകുളത്ത് മാത്രമല്ല, തിരുവല്ലയിലുണ്ട്. തിരുവല്ല രാമഞ്ചിറയിലെ ട്രെൻഡ്സിന് നേരെ ഓപ്പോസിറ്റ് കരിഷ്മ സിൽക്സ് ഉണ്ട്. അടൂരിൽ നമുക്ക് ക്യാമ്പസ് കളക്ഷനാണുള്ളത്. പിന്നെ കൊടുമണ്ണ് നമുക്ക് കരിഷ്മ കളക്ഷൻസ് ഉണ്ട്. എൻ്റെ സ്വന്തം നാടാണ് കൊടുമണ്ണ്. ഇത്രയാണ് നമുക്ക് ഷോപ്പ് ഉള്ളത്. ഇത്രയൊക്കെയാണ് ഞങ്ങൾ കുറേ വർഷങ്ങളായി നമ്മൾ ഈ ഫീൽഡിൽ. അതുപോലെ യൂണിഫോം ആണെങ്കിലും നമ്മൾ 2013 മുതൽ യൂണിഫോം ബൾക്കായിട്ട് ചെയ്തു തുടങ്ങിയവരാണ് കേട്ടോ. 2013 മുതൽ. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആ കൃത്യസമയത്ത് തന്നെ എത്തിക്കും. അതാണ് നമ്മുടെ പ്രത്യേകത. പിന്നെ മാക്സിമം റെഡി സ്റ്റോക്ക് ആയിരിക്കും. നിങ്ങൾ വരുന്നു, കാണുന്നു, സെലക്ട് ചെയ്യുന്നു, അന്നേരം തന്നെ കൊണ്ടുവന്നു. നമ്മൾ ഓർഡർ എടുത്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഷോപ്പിൽ റെഡി ആയിരിക്കും മാക്സിമം യൂണിഫോം. ഓക്കെ, അപ്പൊ ഇത്രയ്ക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് ഇനിയും കാണാനും കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. വെയിറ്റിംഗ് ആണ്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. അപ്പൊ ഹോൾസെയിലേഴ്സ്, റീസെല്ലേഴ്സ്, റീറ്റെയിലേഴ്സ് എല്ലാവർക്കും കരിഷ്മ സിൽക്സിലേക്ക് സ്വാഗതം. ഒരു ബൈ പറയടോ. ബൈ.